السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തളർച്ചയിലുമെല്ലാം ഒരുപോലെ പാലിച്ച് അവനെ വഴിപ്പെട്ട് അവൻ്റെ തൃപ്തിയും പ്രീതിയും ഇഷ്ടവും സ്നേഹവും നേടുന്ന ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദീനിനെ കുറിച്ച് പറയപ്പെടുന്ന ഈ ഒരു സദസ്സിൽ, ഈ ഒരു സായാഹ്നത്തിൽ കൂടിയിരിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി. നമ്മെപ്പോലെയുള്ള എത്രയോ ആളുകൾ വീട്ടിലെ ചാരുകസേരകളിലും സോഫകളിലും ഇരുന്നു കൊണ്ട് റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകളും മണിക്കൂറുകളും ശരവേഗത്തിൽ കടന്നു പോകുന്നത് അവരറിയുന്നില്ല. 30 സെക്കൻഡും 45 സെക്കൻഡുള്ള റീൽസുകൾ 100ഉം 200ഉം 300ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഞാൻ ഫോണിലാണ് എന്ന ഓർമ്മ വരെ മനുഷ്യന്മാർക്ക് വരിക. ആ രീതിയിൽ സമയദുർവ്യയം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഒരു 1.5 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും പരലോകത്തെക്കുറിച്ച് പറയുന്നതും സ്വർഗത്തെക്കുറിച്ച് പറയുന്നതും നരകത്തെക്കുറിച്ച് പറയുന്നതുമെല്ലാം കേൾക്കാൻ വന്നിരിക്കാനുള്ള മനസ്സ് അള്ളാഹു ഈ കാലഘട്ടത്തിൽ നിലനിർത്തി തരിക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തോടെ ഇത്തരം സദസ്സുകളിൽ എപ്പോഴും വന്നിരിക്കാനുള്ള ആ മനസ്സന്നദ്ധത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരട്ടെ. അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ആവേശം അള്ളാഹു നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നിറച്ചു തരട്ടെ. അങ്ങനെ ഓരോ സദസ്സിലും വന്നിരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരിശുദ്ധിയും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, ഡ്യൂട്ടി എന്ന് പറയുന്നത് യതീഹൂന ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കലാണ് അവരുടെ ഡ്യൂട്ടി. അവരുടെ ആ ജോലി അവസാനിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തോ പട്ടണങ്ങളിലോ എവിടെയെങ്കിലും ദീന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സ് കണ്ടു കഴിഞ്ഞാൽ അവരവരുടെ യാത്ര അലച്ചിൽ നിർത്തിയിട്ട് ആ സദസ്സിൽ വന്നിരിക്കുന്നതാണ്. എന്നിട്ട് ആ സദസ്സിൽ സംസാരിക്കപ്പെടുന്ന സംസാരത്തിനും അവിടെ കേൾവിക്കാരായുള്ള ആളുകൾക്കുമെല്ലാം സാക്ഷിയായിക്കൊണ്ട് ആ മലക്കുകൾ അള്ളാഹുലേക്ക് ഉയർന്നു പോകുമെന്നാണ്. അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കുമെന്നാണ്, മിൻ ഐന അത്തൈതും, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല അള്ളാഹു ചോദിക്കാണ്. മലക്കുകൾ പറയാണ്, ഇന്ന പ്രദേശത്ത് അള്ളാഹുവെ നിന്നെക്കുറിച്ച്, നിന്റെ മഹത്വത്തെക്കുറിച്ച്, നിന്റെ വലുപ്പത്തെക്കുറിച്ച്, നിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, നിന്റെ പരലോകത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്ന ഒരു സദസ്സിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കുമെന്നാണ്. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവർ ഭയപ്പെടുന്നത്? എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഈ മലക്കുകൾ മറുപടി പറയുന്നതാണ്, അല്ലാഹുവേ നിന്നെ കുറിച്ചാണ് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്, അവർ പേടിക്കുന്നത് നരകത്തെ പറ്റിയാണ്. ഈ സംഭാഷണത്തിന്റെ ഒടുവിൽ അള്ളാഹു ആ മലക്കുകളോട് പറയുമെന്നാണ്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടും നരകത്തെ ഭയന്നിട്ടും എന്റെ മഗ്ഫിറത്തിനുള്ള ദാഹവുമായിട്ടുമാണ് അവർ ആ സദസ്സിൽ ഇരിക്കുന്നതെങ്കിൽ ഇത് മൂന്നും ഞാൻ അവർക്ക് നൽകും. ആ സദസ്സ് പിരിയുന്നതിന്റെ മുന്നേ ഇത് മൂന്നും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മനസ്സിൽ വെറുതെ വേറെ പണിയൊന്നുമില്ല എന്ന് അവിടെ പോയി ഇരിക്കാം എന്നാണെങ്കിൽ പോലും, എന്നാവില്ല ഇൻഷാ അല്ലാഹ്, എന്നാണെങ്കിൽ പോലും ഈ സമയം നമ്മുടെ നിയ്യത്ത് നാം ഒന്ന് ശക്തിപ്പെടുത്തുക. റബ്ബേ, ഈ ഇരുത്തത്തിലൂടെ നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ നീ അടുപ്പിക്കണമേ. ഈ ഇരുത്തത്തിലൂടെ നിന്റെ ഭീകരമായ നരകത്തിൽ നിന്ന് നീ എന്നെ അകറ്റണമേ. ഈ ഇരുത്തത്തിലൂടെ ശൈത്യകാലത്ത് മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ എന്റെ കർമ്മത്തിന്റെ ഏടുകളിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകാൻ എന്റെ ഈ ഇരുത്തത്തിനെ, എന്റെ ഈ സദസ്സിനെ നീ കാരണമാക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് അവസാനിക്കുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് ഇടപെടും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വന്തം ഒരു മാറ്റത്തിന് തയ്യാറാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കർമ്മപദങ്ങളിലോ ഇടപെടില്ല. ഒരു മാറ്റത്തിനായി തയ്യാറായി നാം നമ്മുടെ മനസ്സും കൽബും റബ്ബിന്റെ മുന്നിൽ തുറന്നു വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളാഹുവിലേക്ക് നിങ്ങളൊരു ചാണെടുത്തു കഴിഞ്ഞാൽ അവൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. അള്ളാഹുവിലേക്ക് നിങ്ങൾ നടന്നെടുത്തു കഴിഞ്ഞാൽ അവൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങളുടെ കയ്യും കാലും കണ്ണും കാതുമെല്ലാം പിന്നെ പടച്ച റബ്ബിന്റെ താഅത്തിനനുസരിച്ച് തഖ്വക്കനുസരിച്ചായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ റബ്ബിന്റെ, നമ്മുടെ രക്ഷിതാവിന്റെ ആ ഖുർബത്ത്, ആ അടുപ്പം നമ്മൾ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. അവന്റെ സ്നേഹത്തിന് വേണ്ടി, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി നാം ആഗ്രഹിക്കുക. നമ്മുടെ ഈ സദസ്സിന്റെ, ഈ സംസാരത്തിന്റെ, ഈ കേൾവിയുടെ ലക്ഷ്യം അതാകട്ടെ. പരലോകം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് പരലോകം മറക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അത് വർത്തമാനകാല ഉമ്മത്തിന്റെ മാത്രം വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിലായാലും അതിന്റെ മുൻപ് കടന്നു വന്ന പ്രവാചകന്മാരുടെ ഉമ്മത്തുകളിലായാലുമെല്ലാം പരലോകത്തെ മറന്നു പോകാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് മനുഷ്യർക്ക് ഉള്ളത്. അതിലൊന്നാമത്തെ കാരണം, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നേ പടക്കപ്പെട്ട നമ്മുടെ എല്ലാം ആജന്മ ശത്രുവായ
നമ്മുടെ എല്ലാം കഠിനമായ ശത്രുവായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ നമ്മുടെ ജന്മശത്രു, കഠിന ശത്രു പിശാചാണ്, ശൈത്താനാണ്, ഇബ്ലീസാണ്, ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ ഗോത്രവും നിങ്ങൾ കാണാത്ത രൂപത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ തവണ അല്ലാഹു പിശാചിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വസ്വാസുകൾ, പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് പരലോക ചിന്ത ഇല്ലാതെയാക്കുക എന്നതാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ചിന്ത ഇല്ലാതെയാക്കുക എന്നതാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം ഏറ്റവും കൂടുതൽ വിശ്വാസ കാര്യങ്ങളിൽ ആക്രമിക്കുന്നത് എന്തിനെയാണ്? പരലോക വിശ്വാസത്തെയാണ്. സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളെ മോക്ക് ചെയ്യുക, അതിനെ കളിയാക്കുക, അതിനെ പരിഹസിക്കുക. എന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്തുകളോട് ഒരുതരം ഇൻഫീരിയറിറ്റി, ഒരുതരം അപകർഷത മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളിൽ ഉണ്ടാക്കുക. നരകത്തെക്കുറിച്ച് വളരെ ഭീതിതമായി പരിശുദ്ധ ഖുർആൻ സംസാരിച്ച വിഷയങ്ങളിലെല്ലാം കളിയാക്കുന്ന രൂപത്തിലുള്ള ട്രോളുകൾ ഉണ്ടാക്കി ആളുകളുടെ മനസ്സിൽ ഈ സ്വർഗവും നരകവുമെല്ലാം എന്തോ ഒരു തമാശയാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഗൗരവം നഷ്ടപ്പെടുക. അപൂർവമാണെങ്കിൽ പോലും ചില നാടുകളിൽ പോയി കഴിഞ്ഞാൽ പരലോകം വല്ലാതെ പറയേണ്ടതില്ല. പൊതു സമൂഹമാണ് അവിടെ ഉള്ളത്. അവിടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മതമേലാളന്മാർ പോലും പറയാവുന്ന രൂപത്തിലേക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഒരു അപകർഷതാബോധം ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ഈ പറയുന്ന പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം അതിനെയാണ് ആക്രമിക്കുക. കാരണം പരലോക ചിന്ത ഇല്ലാതാവുന്നതോടുകൂടി മനുഷ്യർ സർവതന്ത്ര സ്വതന്ത്ര ആവാൻ. അവന് വ്യഭിചരിക്കാം, ആരോടും കണക്ക് പറയണ്ട. അവന് ലഹരി ഉപയോഗിക്കാം, ആരോടും കണക്ക് പറയണ്ട. എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കാം, കള്ളത്തരങ്ങൾ നടത്താം, ചതി നടത്താം, തട്ടിപ്പ് നടത്താം, വെട്ടിപ്പ് നടത്താം, ആരോടും മറുപടി പറയണ്ട. ഒരു കുഴപ്പമില്ല, തോന്നിയതുപോലെ ജീവിക്കാം. എവിടെയും അക്കൗണ്ടബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന്റെ മോചനത്തിന്റെ മുദ്രാവാക്യത്തിന്റെ ഒന്നാമത്തെ ഘടകം അത് പരലോക വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞാൽ പരലോക വിശ്വാസമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പരലോക വിശ്വാസത്തെ ഉമ്മത്തിന്റെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പൈശാചികമായ ഇടപെടലുകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിശാചിനെ കുറിച്ചും അവന്റെ കൂട്ടാളികളുടെ പ്രവർത്തനത്തെ കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. ഏത് രീതിയിലാണ് അവൻ മനുഷ്യ മനസ്സുകളിലേക്ക് ഇടപെടുക, ഏത് രീതിയിലാണ് അവൻ മനുഷ്യ മനസ്സുകളിൽ വസ്വാസുകൾ ഉണ്ടാക്കുക എന്നെല്ലാം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പടപ്പിന് ശേഷം അവിടത്തെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഇബ്ലീസ് മാത്രം മാറി നിന്നു. അല്ലാഹു ചോദിക്കുന്നുണ്ട് ഇബ്ലീസിനോട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞു തരാൻ അല്ലാഹു ഇബ്ലീസിനോട് ചോദിക്കാൻ, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഇബ്ലീസേ ഞാൻ കൽപ്പിച്ചപ്പോ, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ധിക്കരിക്കാൻ എന്താണ് കാരണമുണ്ടായത്? എന്തുകൊണ്ടാണ് നീ അതനുസരിക്കാതിരുന്നത്? ഇബ്ലീസ് മറുപടി പറയുകയാണ്, ഖാല അന ഖൈറും മിൻ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലാഹുവേ, ഞാൻ ആദമിനേക്കാൾ നല്ലവനാണ്, ആദമിനേക്കാൾ ഉത്തമനാണ്. കാരണം നീ എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ റബ്ബേ, ആദമിനേക്കാൾ ഉന്നതൻ ഞാനാണ്, ഖൈറായവൻ ഞാനാണെന്ന് ഇബ്ലീസ് മറുപടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഖാല ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. ഞാനാണ് നിന്നെ തീ കൊണ്ട് പടച്ചത്, ആദമിനെ കളിമണ്ണ് കൊണ്ട് പടച്ചത് ഞാനാണ്. അതിൽ ഇബ്ലീസെ അഹങ്കരിക്കാൻ എന്താണുള്ളത്? എന്താണ് നിനക്കതിൽ കിബ്ർ നടിക്കാനായി എന്താണുള്ളത്? ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. നീ അഹങ്കാരം നടിച്ചത് കാരണം, നീ കിബ്ർ നടിച്ചത് കാരണം ഇന്ന് തൊട്ട് നീയതാ ആട്ടപ്പെട്ടവനായി മാറുകയാണ്. നീ ചെറുതാവുകയാണ്, ഒന്നുമല്ലാതാവുകയാണ്, അപ്രസക്തനാവുകയാണ്. ഈ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായി നിനക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയാണ്. ഇബ്ലീസ് അതാ അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ് ഒരൊറ്റ ആവശ്യം. ഇബ്ലീസിന്റെ മനസ്സിൽ നുരഞ്ഞു പൊന്തിയ അഹങ്കാരമാണ് ആ ആവശ്യം ഉന്നയിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. ഇബ്ലീസ് റബ്ബിനോട് ചോദിക്കുകയാണ്, ഖാല അൻദുർനീ ഇലാ യൗമി യുബഅസൂൻ.
അല്ലാഹുവേ ഇത്രയും നാൾ നിന്നെ ആരാധിച്ചു നിനക്ക് മുന്നിൽ സുജൂദ് ചെയ്തു, എനിക്കൊരൊറ്റ ആവശ്യം മാത്രമാണുള്ളത്, എന്നെ ഖിയാമത്ത് നാൾ വരെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ, ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ എന്റെ ആയുസ് നീ ഒന്ന് നീട്ടിത്തരണം റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി ഖാല ഇന്നക മിനൽ മുൻദരീൻ, തീർച്ചയായും നിനക്കിതാ ഖിയാമത്ത് നാൾ വരെ ഞാൻ ആയുസ് തരികയാണ്, അന്ത്യനാൾ വരെ ഞാൻ ആയുസ് തരികയാണ്. അവിടെ അതാ ഇബ്ലീസ് ഒരു ഉഗ്ര ശപഥം എടുക്കുകയാണ്. എന്താണെന്നറിയുമോ? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നീ എന്നെ ആട്ടിയത് ഇവർ കാരണമാണ്, എനിക്ക് നിന്റെ മുന്നിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടത് ഇവർ കാരണമാണ്. അതുകൊണ്ട് റബ്ബേ ഞാനിതാ നിന്റെ ഇസ്സത്തിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ പ്രതാപത്തെ തൊട്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, ഞാൻ അവരെ മുഴുവൻ വഴിപിഴവിലാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നിന്റെ നേരായ മാർഗത്തിൽ അവരെ തെറ്റിക്കുവാൻ വേണ്ടി നിന്റെ നേരായ മാർഗത്തിൽ ഞാൻ അവരെ കാത്തിരിക്കുന്നതാണ്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സാധ്യമായ വഴികളിലൂടെയെല്ലാം, ഏതൊക്കെ വഴികളിലൂടെ എനിക്ക് അവരെ സമീപിക്കാൻ സാധിക്കുമോ ആ വഴികളിലൂടെയെല്ലാം അവരിലേക്ക് ഞാൻ എത്തുന്നതാണ്. മുന്നിലൂടെ, പിന്നിലൂടെ, ഇടതുഭാഗത്തുകൂടെ, വലതുഭാഗത്തുകൂടെ. ഒരു മനുഷ്യന്റെ ചാബല്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യന്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനെ ഞാൻ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വലാ തജിദു അക്സറുഹും ശാകിരീൻ, അവരിൽ മഹാഭൂരിപക്ഷം ആളുകളെയും റബ്ബേ നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഇബ്ലീസ് പറയുകയാണ്. അല്ലാഹുവിന്റെ മറുപടി വസ്തഫ്സിസ് മൻ استطعت منهم بصوتك واجلب عليهم برجلك وخيلك ورجلك وشاركهم في الاموال والاولاد وعدهم وما يعدهم الشيطان الا غرورا. നിന്റെ കാലാൾപ്പടയും നിന്റെ കുതിരപ്പടയും ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിനക്ക് സാധ്യമാകുന്ന ആളുകളെ നീ വഴിപിഴപ്പിച്ചുകൊള്ളുക. നിശ്ചയം വഴി കെട്ടുപോയവരെ അല്ലാതെ നിനക്ക് കിട്ടുകയില്ല. അല്ലാഹു അതാ ഇബ്ലീസിനോട് പറയുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിനോട് റബ്ബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. നിശ്ചയം എന്റെ അടിമകളുണ്ടല്ലോ, ഈ ആദമിന്റെ സന്തതികളുണ്ടല്ലോ, ഈ സന്തതികളിൽ നിനക്കൊരു അധികാരവുമില്ല. അവരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അവരെ നിനക്ക് വഴിപിഴപ്പിക്കാൻ കഴിയില്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, അതിരി കവിഞ്ഞുകൊണ്ട് നിന്നെ പിൻപറ്റുന്നവരാരാണോ, നിന്റെ വിളികൾക്ക് ഉത്തരം നൽകുന്നവരാരാണോ, നിന്റെ പിന്നാലെ വരുന്നവരാരാണോ, അവരെ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു അതാ ഇബ്ലീസിനോട് പറയുകയാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. ഞാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ്, ഞാൻ അവർക്ക് ദുർമോഹങ്ങൾ കൊടുക്കുന്നതാണ്, വ്യാമോഹങ്ങൾ കൊടുക്കുന്നതാണ്. ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ് വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. പിശാച് ചതിയിലേക്കല്ലാതെ പ്രേരണ നൽകുകയില്ല, പിശാച് ചതിയിലേക്കല്ലാതെ ദുർബോധനം നടത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസും പടച്ചറപ്പും തമ്മിലുള്ള ഈ സംഭാഷണം കഴിഞ്ഞ് അല്ലാഹു അതാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് തിരിയുകയാണ്. എന്നിട്ട് ആദം നബിയോട് പറയുകയാണ്, ആദം, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ വാസം തുടങ്ങിക്കൊള്ളുക, സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം സഞ്ചരിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചുകൊള്ളുക. ഈ ഒരു മരത്തിന്റെ അടുത്തേക്ക് മാത്രം നിങ്ങൾ എടുക്കരുത്. സ്വർഗത്തിൽ ഒരു മരമുണ്ടായിരുന്നു, അല്ലാഹു കനി വിലക്കിയ ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പടച്ചറവ് വിലക്കിയ ആ മരം. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിലേക്ക് ഇബ്ലീസ് ആദ്യമായി കടന്നു വരുന്നത് ഈ മരത്തിലൂടെയാണ്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു, ഫവസ്വസ ലഹുമശ് ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ ബൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا مع الخالدين. ഇബ്ലീസ് ഹവ്വാ ബീവിയുടെ അടുത്തേക്ക്
ആദം നബിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്ലീസ് അവരോട് പറയുകയാണ്, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ, ഈ മരത്തിൽ നിന്ന് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ തടഞ്ഞത് എന്തിനാണെന്നറിയുമോ? ഇതിലെ കായ്ക്കനി ഭക്ഷിക്കാൻ പാടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇല്ലാ അൻ തകൂനാ മലകൈൻ, നിങ്ങൾ മാലാഖമാരായി മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഔ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ ഒരിക്കലും മരിക്കാത്ത അനശ്വര സൃഷ്ടികളായി മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളോടുള്ള വിരോധം കാരണമാണ്, നിങ്ങളോടുള്ള ദേഷ്യം കാരണമാണ് അള്ളാഹു ഈ മരത്തെ തൊട്ട് നിങ്ങളെ തടഞ്ഞത് എന്ന് ഇബ്ലീസ് അതാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രം പറയുമ്പോ കേവലം ഒരു കഥ മാത്രമല്ല പറയുന്നത്. ഇന്നും 2026 മനുഷ്യൻ ഇത്രയേറെ സാങ്കേതികതകൾ നേടിയെടുത്ത ഈ കാലഘട്ടത്തിലും പിശാച് ഉപയോഗിക്കുന്നത് ഇതേ ടാക്ടിക് തന്നെയാണ്, ഇതേ വഴി തന്നെയാണ് ശൈത്താൻ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിലക്കിയതിലാണ് നിങ്ങൾക്ക് നന്മയുള്ളത് എന്നവൻ മനുഷ്യകുലത്തെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിഹായത്തുകളിലാണ്, അള്ളാഹുവിന്റെ വിലക്കുകളിലാണ്, അള്ളാഹുവിന്റെ വിരോധങ്ങളിലാണ് മനുഷ്യന്റെ നന്മയുള്ളത് എന്ന് അവനതാ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർഗാനുരാഗത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്ര ലൈംഗികതയിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അർദ്ധനഗ്നരായി നടക്കുന്ന സ്ത്രീകളാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങൾ എന്ന ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മറയുമില്ലാത്ത, ഒരു തരത്തിലുള്ള പരിധികളുമില്ലാത്ത ആൺപെൺ കൂടിച്ചേരലുകളിലാണ് നന്മയുള്ളത് എന്ന്, അതിലാണ് മനുഷ്യന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഉള്ളത് എന്ന് മനുഷ്യകുലം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിന്റെ ഈ ഇടപെടൽ കാരണമാണ്. അന്നും ഇബ്ലീസ് അത് തന്നെയാണ് പറഞ്ഞത്. ഈ മരത്തെ അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ മലക്കുകളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് അനശ്വരത കൈവരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ പാരതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ശരീരം മാന്യമായ രീതിയിൽ മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് പാരതന്ത്ര്യത്തിന്റെ കൂട്ടിലടക്കപ്പെട്ട തത്തമ്മയുടെ പ്രതീകമായി ലോകത്തിന്റെ വലിയ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം തൊട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ എങ്ങനെയാണോ പിശാച് പറ്റിച്ചത് അതേ ടാക്ടിക് തന്നെയാണ് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇബ്ലീസ് അതാ പറയുകയാണ്, വഖാസമഹുമാ,
സഹോദരങ്ങളെ, തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മളെ ഈ വരുന്ന 24-25 ദിവസങ്ങളിലായി ജാമ്യയിലൊരു ദാവാ സമ്മേളനം നടക്കുകയാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ചേർന്ന് നടത്തുന്ന ദാവാ സമ്മേളനമാണ്. നമുക്കറിയാം, കേരളക്കരയിലെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ജാമിഅ നദവി എന്ന സ്ഥാപനം നൽകിയ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 24-25 തീയതികളിൽ നടക്കുന്ന ദാവാ സമ്മേളനം, അതിൻ്റെ ഫണ്ട് കളക്ഷനായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ നിങ്ങളിലേക്ക് ഇറങ്ങും. അപ്പം വളരെ നന്നായി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക, സംഭാവന കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യകുലത്തെ പറ്റിക്കാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന വഴി സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ്. അന്ന് ആദം നബിയോടും ഹവ്വാ ബീവിയോടും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും അവർ പറഞ്ഞ അതേ വർത്തമാനമാണ് ഇന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അനശ്വരരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മരത്തെ തൊട്ട് നിങ്ങളെ തടഞ്ഞത്, നിങ്ങൾ മലക്കുകളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മരത്തെ തൊട്ട് നിങ്ങളെ തടഞ്ഞത് എന്ന് അവരോട് പറഞ്ഞു. ഇന്ന് ആ മരത്തിന് പകരം മറ്റു പല വിലക്കപ്പെട്ട സംഗതികളിലേക്കും ലഹരി ഉപയോഗിച്ചാലേ ജീവിതത്തിൽ ആസ്വാദനം ശരിക്കും കിട്ടുള്ളൂ എന്ന് യുവാക്കളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച്. അതുപോലെ തന്നെ LGBTQ ആക്ടിവിറ്റി, അതൊക്കെ നടത്തിയാലേ നമ്മളെന്തോ പുരോഗമനത്തിന്റെയും നമ്മളെന്തോ വലിയ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാവുള്ളൂ, നമ്മൾ ആധുനികരാവണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞ് പിശാച് അവരോട് പറയുന്നൊരു വർത്താനുണ്ട്. സുബ്ഹാനല്ലാഹ്, ശൈത്താന്റെ സംസാരം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ആ പിശാച് അവരോട് സത്യം ചെയ്യുകയാണ്. എന്താണ് സത്യം ചെയ്ത് പറയുന്നത്? ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നന്മയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ വിമോചനമാണ്. ഞാൻ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഫദല്ലാഹുമാ ബിഗറൂർ. അങ്ങനെ ആ പിശാചിന്റെ ചതിയിൽ, ശൈത്താന്റെ വഞ്ചനയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും പെട്ടുപോകുകയാണ്, വീണുപോകുകയാണ്. അങ്ങനെ അവരദാ ഫലമ്മാ ദാഖശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന وناداهما ربهما عن تلكما الشجرة وأقل لكما إن الشيطان ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. അവരാ ഭക്ഷണം ആ മരത്തിലെ കൈക്കനി ഭുജിച്ചപ്പോ അവരുടെ നഗ്നതയതാ വെളിവാകുകയാണ്. അവരതാ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് ആ നഗ്നത മറച്ചു വെക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, ഈ മരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിരോധിച്ചതല്ലേ, ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ തടഞ്ഞതല്ലേ? ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടില്ലേ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ടും ഇതാ അവന്റെ ചതിയിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു. എന്നിട്ടും ഇതാ അവന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വർത്തമാനത്തിൽ നിങ്ങൾ ഇതാ പെട്ടുപോയിരിക്കുന്നു. അല്ലാഹു അതാ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അത് ചോദിക്കുകയാണ്. അവിടെ അവരുടെ മറുപടി എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു മുമ്പ് ഇബ്ലീസ് ഒരു തെറ്റ് ചെയ്തു, അഹങ്കാരത്തോടെ അല്ലാഹുവിനെ ധിക്കരിച്ചു. അല്ലാഹു ഇബ്ലീസിനോട് അതിന്റെ കാരണം ചോദിച്ചപ്പോ, അന ഖൈറും മിൻഹു ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ നല്ലവനാണ് റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാതിരുന്നത് എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് ഇബ്ലീസ് പറഞ്ഞതെങ്കിൽ, ആദം നബിയോടും ഹവ്വാ ബീവിയോടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അവരുടെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇബ്ലീസിനെയും മനുഷ്യനെയും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണിത്. അവരതാ പറയുകയാണ്, ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം
തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറയുകയാണ്, ആദമും ഹവ്വയും പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യരും ഇബ്ലീസും തമ്മിലുള്ള വ്യത്യാസമാണിത്. മനുഷ്യരായ മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ വലിയൊരു ക്വാളിറ്റിയാണിത്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവരൊരു വൃത്തികേട് ചെയ്താൽ, ഔ ദലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ, അവരത് അടുത്തപടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ദക്കറുല്ലാഹ്, അവരതാ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ തെറ്റിന് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ്. പാപം പൊറുക്കുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണിത് പ്രിയപ്പെട്ടവരെ. തെറ്റ് ചെയ്താൽ സമ്മതിക്കുക എന്നത്, ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നത്. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നോക്കണം. മനുഷ്യൻ അല്ലാഹു നൽകി ഈ ഗുണം നഷ്ടപ്പെടാതെ നോക്കണം. അതുകൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ സ്വീകരിച്ചതും ഇബ്ലീസിനെ ആട്ടിപ്പുറത്താക്കിയതും. ഇബ്ലീസിനൊരു തെറ്റ് വന്നപ്പോൾ അവൻ അഹങ്കാരം നടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തന്റെ തെറ്റ് സമ്മതിക്കുന്നതിന് പകരം തന്റെ ശത്രുവായി മനുഷ്യനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തന്റെ തെറ്റിന്റെ കാരണമായി മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇബ്ലീസ് ചെയ്തത്. അഹങ്കാരത്തോടെ തൗബയിൽ നിന്ന് പിന്മാറുകയാണ് ഇബ്ലീസ് ചെയ്തത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ചെയ്തത് ആ തെറ്റ് സമ്മതിക്കുകയും ആ തെറ്റ് ഏറ്റെടുക്കുകയും എന്നിട്ട് ആ തെറ്റിന് വേണ്ടി തൗബ ചെയ്യുകയും ചെയ്തു എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു നമ്മോട് പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ തൗബയുമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന്റെ കയ്യിലുള്ള അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വഴിയിലൊന്നാണ് തൗബ എന്ന് പറയുന്നത്. എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, സ്വന്തത്തോടെ അക്രമം ചെയ്ത എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയേ, യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തങ്ങളോട് അക്രമം ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, പാപങ്ങളെല്ലാം അതെത്ര വലുതാണെങ്കിലും, ആകാശത്തിന്റെ അനന്തതയ്ക്ക് സമാനമാണെങ്കിലും, ഭൂമിയുടെ മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും, കടലിന്റെ നുരകൾക്ക് സമാനമാണെങ്കിലും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണെന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നെന്താണെന്നറിയുമോ? മനുഷ്യന്റെ മനസ്സിൽ നിരാശ ഉണ്ടാക്കുക എന്നതാണ്. ഞാൻ ഇത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ റബ്ബിലേക്ക് ഇനി എനിക്കൊരു പ്രവേശനവുമില്ല, എന്റെ റബ്ബിന്റെ മുന്നിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന നിരാശയുടെ ചിന്തകൾ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് വിമോചനത്തിന്റെ വഴിയിൽ നിന്ന് എന്നേക്കുമായി അവനെ തടയുക എന്നത് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രിയപ്പെട്ടവരെ. ആ ആയുധത്തിൽ നാം ഒരിക്കലും വീണുപോകരുത്. പിശാച് മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നതിന് തൊട്ടറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ, മുത്തഖികളായ ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാചിന്റെ ഒരു വിഭാഗം അവരിലേക്ക് കടന്നു വരുമ്പോ, ദുർബോധനവുമായി അവരുടെ മനസ്സുകളിലേക്ക് വരുമ്പോ, തദക്കറൂ, അവരതാ ഓർക്കുകയാണ്, ഫഇദാ ഹും മുബ്സിറൂൻ, അവർക്ക് ഉൾക്കാഴ്ചയുണ്ട്, അവർ ആ ഉൾക്കാഴ്ച കൊണ്ട് കണ്ടറിയുകയാണ് ഇത് ഇബ്ലീസിന്റെ വസ്വാസാണ്, ഇത് ഇബ്ലീസിന്റെ വസ്വാസാണെന്ന് അവരെ തിരിച്ചറിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് രംഗത്താണ് പിശാച് ഇടപെടാത്തത്? കുടുംബ വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുന്നതിന് വേണ്ടി അനാവശ്യമായ
അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇബ്ലീസ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു പള്ളി, ആ പള്ളിയുടെ കമ്മിറ്റിക്കാരുടെ ആ കമ്മിറ്റി അംഗങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യമായ ഈഗോ ഉണ്ടാക്കുകയാണ്, അനാവശ്യമായ മത്സരബുദ്ധി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ പ്രബോധനം മുന്നോട്ട് പോകുന്ന ഒരു മഹല്ലിൽ ആ പ്രബോധന പ്രവർത്തനത്തെ മുഴുവനും തകർത്ത് കളയാൻ ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഇബ്ലീസ് എടുക്കുന്ന ഏറ്റവും വലിയ അടവെന്ന് പറയുന്നത്, ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാക്കുക എന്നതാണ്, മനുഷ്യന്റെ മനസ്സിൽ അസൂയ ഉണ്ടാക്കുക എന്നതാണ്. എന്നോട് ചോദിക്കാതെ ചെയ്യാൻ അവനാരാണ്? എന്നെ പരിഗണിക്കാതിരിക്കാൻ അവനാരാണ്? ഞാനല്ലേ അവനേക്കാൾ മുന്നേ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് അവനേക്കാൾ സീനിയോറിറ്റി ഉണ്ടല്ലോ. ഞാൻ കണ്ടത്ര സംഘടന ഇവൻ കണ്ടിട്ടുണ്ടോ? ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ഞാൻ ഒഴുക്കിയ വിയർപ്പിന്റെ തുള്ളികൾ അവൻ ഒഴുക്കിയിട്ടുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടത്ര അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള ചിന്തകൾ, എന്നിങ്ങനെയുള്ള ആലോചനകൾ മനസ്സിലേക്കിട്ട് പരസ്പരം അസൂയുണ്ടാക്കി, സ്പർദ്ധയുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, അഹങ്കാരമുണ്ടാക്കി മഹല്ലിലെ പ്രവർത്തനങ്ങൾ തകർത്ത് കളയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്ത വരുമ്പോ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല, ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോ, പരിപാടി നടക്കുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമ്പോ എന്നെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വേദന നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫൈദാ ഹും മുബ്സിറൂൻ. അത് പിശാചിന്റെ ഇടപെടലാണ്, അത് ശൈത്താന്റെ ഇടപെടലാണ്. അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉമ്മത്തിൽ ഫിർഖ് ഉണ്ടാക്കുക എന്നതാണ്, ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കുക എന്നതാണ്, നന്മയെ തടയുക എന്നതാണ്, നന്മയെ അവസാനിപ്പിക്കുക എന്നതാണ്, ഉമ്മത്തിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രയാണം തടയുക എന്നതാണ്. നമ്മുടെ ഉമ്മയെയും വാപ്പയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അവന്റെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോ 1000 തവണ സ്വന്തത്തെ പറഞ്ഞ് മനസ്സിലാക്കണേ. അഹങ്കാരത്തോടെ ചിന്തിക്കരുതേ, അസൂയ മറ്റുള്ളവരോട് മനസ്സിലുണ്ടാകരുത്. ഇനി അങ്ങനെ തോന്നിപ്പോയാൽ തന്നെ ഒരിക്കലും തന്നെ ആ ചിന്താഗതികൾക്കനുസൃതമായി നാം പ്രവർത്തിക്കാതിരിക്കുക. നമ്മളൊന്നുമല്ല എന്ന് 1000 തവണ നമ്മെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ അല്ലാഹുവിന്റെ വിനീതനായ ഒരു അടിമയാണ്. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും, ഉണ്ടാകേണ്ടതെല്ലാം ഉണ്ടാകുമെന്ന് 1000 തവണ നാം നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോ പിശാച് നിങ്ങളെ സമീപിക്കുമ്പോ, എന്നിട്ട് നിങ്ങളുടെ സഹോദരനെ കുറിച്ചുള്ള വെറുപ്പ് മനസ്സിലുണ്ടാക്കുമ്പോ, നിങ്ങളെ കുറിച്ചുള്ള വലിയ ചിന്തകളും വലിയ ആലോചനകളും അഹങ്കാരത്തിന്റെ ചിന്താഗതികളും മനസ്സിലുണ്ടാക്കുമ്പോ അവൻ ഓർക്കുക, നിങ്ങൾ ഇത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തുക, അള്ളാഹുവിനോട് ശരണം തേടുക, അള്ളാഹുവിനോട് ഇയാദത്ത് നടത്തുക. അള്ളാഹുവിനോട് പറയുക, റബ്ബേ, കാണുന്നവനും കേൾക്കുന്നവനും നീയാണ് റബ്ബേ, ഇബ്ലീസിന്റെ ദുർബോധനത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം റബ്ബേ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാനിതാ കാവലിനെ തേടുകയാണ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട് ഞാനിതാ കാവലിനെ തേടുകയാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹിനോട് ഞാനിതാ കാവലിനെ തേടുകയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യ മനസ്സുകളിൽ അനാവശ്യമായ ചിന്തകളുടെ വിത്ത് പാകിക്കൊണ്ട് അവർക്കിടയിൽ സ്പർദ്ധയും അസൂയയും വിഷവും വമിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളെ തടയാൻ, നല്ല കൂട്ടായ്മകളെ തകർക്കാൻ, ഐക്യത്തെ തകർക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന്, വസ്വാസിൽ നിന്ന് ഞാനിതാ റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നെന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെയല്ല. അതുകൊണ്ട് ആ പിശാചിന്റെ ചതിയെ കുറിച്ച് മനസ്സിലാക്കുക, അവന്റെ വഞ്ചനയെ കുറിച്ച് മനസ്സിലാക്കുക. അവസാനം എവിടേക്കാണ് അവൻ നമ്മെ എത്തിക്കുക എന്നറിയുമോ? നരകത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു നമുക്ക് പറയുന്നുണ്ട്, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ, പ്രവർത്തനത്തിന്റെ കേടുകൾ മുടക്കി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിചാരണ അവസാനിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, നരകമാകുന്ന ദൗർഭാഗ്യത്തിന്റെ വീടുകളിലേക്ക്, അവിടേക്ക് പോകേണ്ട ആളുകൾ ആപതിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആ നരകത്തിൽ വെച്ച് പിശാച് നടത്തുന്നൊരു സംസാരമുണ്ട്. ശൈത്താൻ അവിടെ വെച്ച് പറയുകയാണ്, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവൻ പറയുക? ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു ഇതാ നിങ്ങളോട് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. സ്വർഗ്ഗം നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ അബ്റാറുകളായ മനുഷ്യന്മാർ സ്വർഗ്ഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തിന്മ ചെയ്തവരെ, ഫുജാറുകളെ നരകം നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനം നൽകപ്പെട്ടതുപോലെ ഈ പറയുന്ന കുറ്റവാളികൾ നരകത്തിലേക്ക് ആപതിച്ചിട്ടുമുണ്ട്. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു ദാ നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം ഇതാ ഞാൻ ലംഘിച്ചിരിക്കുകയാണ്. ആ വാഗ്ദാനം ഞാൻ ഇതാ ലംഘിച്ചിരിക്കുന്നു. പച്ചയായി പിശാച് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ നാളുകളിൽ അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകളിൽ പിശാചേ നിനക്കൊരു സ്വാധീനവുമില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് അതാ നരകത്തിൽ വെച്ചത് സമ്മതിക്കുകയാണ്. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളിലേക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ, വ്യഭിചാരത്തിലേക്ക്, ലഹരിയിലേക്ക്, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, അനാചാരങ്ങളിലേക്ക്, ദുരാചാരങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകുക എന്നതിനപ്പുറത്ത് നിങ്ങളിൽ അധികാരവും എനിക്കുണ്ടായിരുന്നില്ല. ഫസ്തജബതും ലീ, നിങ്ങളാണ് എനിക്ക് മറുപടി തന്നത്, നിങ്ങളാണ് എനിക്ക് ഇജാബത്ത് തന്നത്. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവുമില്ല. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക, നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞുകൊള്ളുക. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിയില്ല. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷായുസ് മുഴുവൻ ഇച്ഛകൾക്കനുസരിച്ച് പിശാചിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് സഞ്ചരിച്ച് അവസാനം നരകത്തിലേക്ക് പതിക്കുമ്പോ ഇബ്ലീസ് ദാ കൈമാറുകയാണ്, ശൈത്താൻ ദാ കൈമാറുകയാണ്. കമസലി ശൈത്താൻ ഇദ് ഖാല للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. പിശാചിന്റെ ഉദാഹരണം പോലെ അവനതാ മനുഷ്യരോട് അവിശ്വസിക്കാൻ പറയുകയാണ്, കുഫ്ർ കൽപ്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ കുഫ്റിലാകുമ്പോ പിശാചതാ പറയുകയാണ്, ഇന്നി ബരീഉം മിൻക, എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിനെ ഞാനിതാ ഭയപ്പെടുന്നു എന്ന് ഇബ്ലീസ് ദാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശൈത്താൻ ദാ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നന്മയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാ നന്മയുടെ കൂട്ടായ്മയിലും ഫിർഖുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഭിന്നതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇബ്ലീസിനെ തിരിച്ചറിയാനുള്ള ഒരു ബസീറത്ത്, ആ ഇബ്ലീസിനെ തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തെ കടമ്പ അതിലൂടെ തന്നെ നമുക്ക് കടക്കാൻ കഴിയും. രണ്ടാമതായി മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ദുനിയാവാണ്. ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തതയാണ്, ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ട്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ, ഇസ്ലാമിന്റെ കീഴിലേക്ക് ഓരോ രാജ്യങ്ങളുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുഷ്ടിയുടെ കീഴിൽ ഇസ്ലാമിന്റെ സാമ്രാജ്യം, അതിന്റെ ഭൂമി ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായി ഇസ്ലാം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളരുന്ന വളർച്ചയിൽ സിറിയ എന്ന് പറയുന്ന അന്നത്തെ ഷാമത ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു. ഷാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്.
ആ സിറിയ സന്ദർശിക്കുന്നതിന് വേണ്ടി, ഷാം സന്ദർശിക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെടുകയാണ്. ഷാമിന്റെ അതിർത്തിയിൽ ഉമറിന്റെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഷാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഷാമിലുള്ള സിറിയയിലുള്ള ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ സിറിയ പട്ടണത്തിന്റെ, സിറിയ എന്ന മനോഹരമായ നാടിന്റെ സുന്ദരമായ കാഴ്ചകളാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. കൃഷിയിടങ്ങളുള്ള, തോട്ടങ്ങളുള്ള, മുന്തിരിത്തോട്ടങ്ങളുള്ള, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ച. മദീനയുടെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക പച്ചപ്പില്ലാത്ത ഭൂമിയാണ്, നിരന്നു കിടക്കുന്ന ഈത്തപ്പഴത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പാറമടകളാണ് അവിടെ കാണാൻ സാധിക്കുക. എന്നാൽ സിറിയ വ്യത്യസ്തമായിരുന്നു. പച്ചപ്പാർന്ന അരുവികളുള്ള ആ സുന്ദരമായ പ്രദേശം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞു പോകുകയാണ്, ഉമറേ, ഈ നാടിന്റെ ഭരണാധികാരി നീയാണല്ലോ, ഈ നാടിന്റെ ഭരണചക്രം നിന്റെ കയ്യിലാണല്ലോ. ഒരു നിമിഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ചെറിയൊരു ഫഖർ ഉണ്ടാവുകയാണ്, ഒരു ചെറിയൊരു താമുണ്ടാവുകയാണ്. ആ നിമിഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാമത അറിയാതെ പാരായണം ചെയ്യുകയാണ്. എന്തൊരു മനുഷ്യരായിരുന്നു പ്രിയപ്പെട്ടവരവരൊക്കെ. മനസ്സൊന്നറിയാതെ ചഞ്ചലപ്പെടുമ്പോ, മനസ്സൊന്നറിയാതെ ചാഞ്ചാടി പോകുമ്പോ ഉമർദാ സ്വന്തം മനസ്സിനോട് പറയുകയാണ്, മനസ്സേ അടങ്ങുക, ഹൃദയമേ അടങ്ങുക. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഉമറേ, ഈ അധികാരം കണ്ടിട്ട് കണ്ണുമഞ്ഞൊലിച്ചു പോകരുത്, ഈ സൗകര്യങ്ങൾ കണ്ടിട്ട് മയങ്ങിപ്പോകരുത്. ഉമറിന്റെ ജീവിതം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അധികാരത്തിന്റെ പാരമ്യത്തിലിരിക്കുന്ന സമയത്ത് ഉണക്കറൊട്ടിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് കഴിച്ചിരുന്നത്. അധികാരത്തിന്റെ പാരമ്യത്തിലിരിക്കുമ്പോഴും കൊട്ടാരങ്ങളില്ലാതെ, പാറാവുകാരില്ലാതെ, അംഗരക്ഷകരില്ലാതെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, കീറി ഒരുപാട് തുണികൾ വെച്ച് കെട്ടിയ, വെച്ച് തുന്നിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഷാമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അത്ഭുതമാണ് ആ ജീവിതം പ്രിയപ്പെട്ടവരെ. അധികാരം കയ്യിലേക്ക് വന്നപ്പോ ആ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നതിന്റെ കുറെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉമറദാ മദീന പട്ടണത്തിലൂടെ നടക്കുകയാണ്. ആ മനുഷ്യൻ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നേരം പോക്കിന് വേണ്ടി നടക്കുന്നതല്ല. അള്ളാഹു തന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ദൗത്യമുണ്ടല്ലോ, ഉത്തരവാദിത്തമുണ്ടല്ലോ, ആ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കാതുകൂർപ്പിച്ച് കണ്ണു തുറന്നു വെച്ചുകൊണ്ട് ആ ഭരണാധികാരി നടക്കുകയാണ്. അംഗരക്ഷകരും പറാവുകാരും ഇല്ലാതെ നടക്കുകയാണ്. ആ രാത്രി തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി ഉറക്കമൊഴിഞ്ഞ് പകൽ സമയങ്ങളിൽ പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമായിരുന്നു. റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നുമെല്ലാം അവിടുത്തെ ചക്രവർത്തിമാരുടെ ദൂതന്മാർ ഖലീഫ ഉമറിനെ കാണാൻ വരുമ്പോ മരത്തണലിൽ സ്വന്തം കൈ തലയണയാക്കി വെച്ച് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് ആ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരുടെ ദൂതന്മാർക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ജീവിച്ച ഉമർ, അങ്ങനെ ജീവിച്ച ഖലീഫമാർ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഈ ദുനിയാവിനെ കുറിച്ചുള്ള, ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചെറിയ ദാഹമുണ്ടാകുമ്പോ, ചെറിയ ആഗ്രഹമുണ്ടാകുമ്പോ അവരുടെ മനസ്സ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. ഇതുപോലെയുള്ള എത്ര പൂന്തോട്ടങ്ങളാണ്, ഇതുപോലെയുള്ള എത്ര അരുവികളാണ് ഇന്നലെ രാജാക്കന്മാർ ഇവിടെ വിട്ടിട്ട് പോയത്. എത്ര കൃഷിയിടങ്ങളാണ്, എത്ര ഉന്നത മണിസൗധങ്ങളാണ് അവർ ഇന്നലകളിൽ വിട്ടുപോയത്. എല്ലാ സുഖ സൗകര്യങ്ങളും പഴവർഗ്ഗങ്ങളുമുള്ള എത്ര ഉന്നതമായ അനുഗ്രഹീതമായ സ്ഥലങ്ങളാണ് ഇന്നലകളിൽ രാജാക്കന്മാർ ഇവിടെ വിട്ടേച്ചു പോയത്. പരിശുദ്ധ ഖുർആൻ ഫിറഔനിന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, നമ്രൂദിന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, ഖാറൂന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, ഹാമാന്റെ ചരിത്രം പറയുന്നത് കഥ പറയാനല്ല, കുബേരന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കഥ പറയാൻ വേണ്ടിയല്ല, ആ ചരിത്രത്തിലൂടെ ഇബ്രത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ്, ആ ചരിത്രത്തിലൂടെ ഗുണപാഠങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ അത് സംസാരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആ ഹൃദയത്തിലേക്ക് ആ ചരിത്രം ആഴത്തിലിറങ്ങിയത് കൊണ്ടാണ് സിറിയ പട്ടണത്തിന്റെ സൗന്ദര്യം ഒരു നിമിഷം കണ്ണുമഞ്ഞളിപ്പിച്ചപ്പോ
അടുത്ത നിമിഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക്, അവിടുത്തെ നാവിന്റെ തുമ്പിലേക്ക് ഈ ആയത്തുകൾ കടന്നു വരുന്നത്. എത്രയെത്ര രാജാക്കന്മാർ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം എന്ന് പറയുന്നത്, ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തത എന്ന് പറയുന്നത്. എത്ര വചനങ്ങളിലൂടെയാണ് പടച്ചിറപ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇഅ്ലമൂ, നിങ്ങൾ അറിയണേ. വളരെ പ്രധാനമായ ഒരു കാര്യം അല്ലാഹു പഠിപ്പിക്കാൻ പോകുകയാണ്. ഇഅ്ലമൂ, നിങ്ങൾ പഠിക്കണേ. അന്നമൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവെന്നാൽ എന്താണ് അല്ലാഹു എണ്ണി പറയാൻ പോകുകയാണ്. ദുനിയാവെന്നാൽ എന്താണെന്ന് നിങ്ങൾ പഠിക്കണേ. 5 കാര്യമായി അല്ലാഹു ദുനിയാവിനെ ചുരുക്കുകയാണ്. ഇത് മാത്രമാണ് ദുനിയാവ്, ഇതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പടച്ചിറപ്പ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ലഅബ് കളിയാണ്, ലഹു വിനോദമാണ്, വസീനത്തുൻ സൗന്ദര്യമാണ്, നശ്വരമായ സൗന്ദര്യമാണ്, വതഫാഖുറുൻ ബൈനകും ഫഖ്റാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് നശ്വരമായ സുഖസൗകര്യങ്ങളുടെ പേരിൽ നിങ്ങൾ നടത്തുന്ന കഥുറാണ്. ലഅബും ലഹുവും സീനത്തും ഫഖ്റും കഥുറും മാത്രമാണ് ഈ ദുനിയാവെന്ന് പടച്ചിറപ്പ് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ദുനിയാവെന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര സീരിയസ് ആയ വിഷയമൊന്നുമല്ല, അത്ര ഗൗരവതരമായ വിഷയമൊന്നുമല്ല. ഈ ദുനിയാവെന്നാൽ കളി വിനോദം മാത്രമാണ്. ഈ ദുനിയാവെന്നാൽ നശ്വരമാണ്, നശിച്ചു പോകുന്ന സൗന്ദര്യമാണ്, ഫഖ്ർ മാത്രമാണ്, കഥർ മാത്രമാണ്. ഏതുപോലെ എന്നറിയുമോ? കമതലി ഗൈസിൻ അജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما. ഒരു മഴ ഇങ്ങനെ പെയ്യുകയാണ്. ആ മഴ ഭൂമിയിലേക്ക് തട്ടുമ്പോ കൃഷിയിടങ്ങൾ അതാ പച്ചപ്പടിഞ്ഞു നിൽക്കുകയാണ്. ആ സുന്ദരമായ പച്ചപ്പ് അജബൽ കുഫാർ, കർഷകരെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോ കർഷകരുടെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആഹ്ലാദമാണ്. ആ പച്ചപ്പതാ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങുകയാണ്. അത് ചാരനിറത്തിലേക്കും മഞ്ഞ നിറത്തിലേക്കും മാറുകയാണ്. ആഴ്ചകൾ അങ്ങോട്ട് കടന്നു പോകുമ്പോ ആ പച്ചപ്പ് മുഴുവൻ നശിച്ചുകൊണ്ട് എങ്ങനെയാണോ അതുണ്ടായത് അതേ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകുകയാണ്. മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് നിങ്ങളത് പഠിച്ചോക്ക് പ്രിയപ്പെട്ടവരെ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു പശുക്കുട്ടിയാണെങ്കിൽ ആ പശുവിന്റെ അകിട് എവിടെയാണെന്നതിനറിയാം. ആ അകിട് തേടിയത് പോകും, എന്നിട്ട് പാല് കുടിക്കും. കാണ്ടാമൃഗത്തിന്റെ കുട്ടിയാണെങ്കിൽ ജനിച്ചു വീണ ഉടനെ തന്റെ പാതാവിന്റെ നാവിന്റെ തൊലിക്കട്ടിയാൽ തന്റെ ജീവന് ഹാനി സംഭവിക്കരുത് എന്നതിനറിയാം. കിലോമീറ്ററുകളോളം അത് ഓടുകയാണ്. അങ്ങനെ കടലിലെ പല മത്സ്യങ്ങളുടെയും കുട്ടികൾ പ്രസവിച്ചതിന് ശേഷം കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ച് തന്റെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന എത്രയോ സംഭവങ്ങൾ, എത്രയോ ഉദാഹരണങ്ങൾ. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവൻ ജനിച്ചു വീഴുമ്പോ അവൻ ആകെ അറിയുന്നത് കണ്ണടച്ച് കരയാൻ മാത്രമാണ്. കണ്ണടച്ച് കരയാൻ മാത്രമാണ്. അവന്റെ മാതാവ് അവന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ആ പാല് കുടിക്കാൻ കഴിയുന്നത്. ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അവൻ ജനിക്കുന്നത്, ഒന്നും അറിയാത്ത അവസ്ഥയിൽ അവൻ ജനിക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതാ ആംഗ്യങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ, ചുണ്ടിന്റെ അനക്കങ്ങളിലൂടെ, കണ്ണിന്റെ കാഴ്ചകളിലൂടെ, ഈ മുഖത്ത് വരുന്ന ഭാവപ്രകടനങ്ങളിലൂടെ അവരതാ ഓരോ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് പഠിക്കുകയാണ്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്കും അവനിങ്ങനെ മാറി മാറി സഞ്ചരിക്കുകയാണ്. എന്റെ മുന്നിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൗമാരത്തിലുള്ളവരുണ്ട്, യൗവനത്തിലുള്ളവരുണ്ട്, മധ്യവയസ്സിലുള്ളവരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. വാർദ്ധക്യത്തിലുള്ളവരെ നിങ്ങൾ നോക്കുക, അവരുടെ കാഴ്ചക്ക് മങ്ങല് വന്നിട്ടുണ്ട്, അവരുടെ കേൾവിക്ക് മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ സംസാരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട്, അവർക്ക് ഓർമ്മക്കുറവുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്, മറവി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതവസ്ഥയിൽ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന അവസ്ഥയിലേക്ക് ചില മനുഷ്യരതാ മടക്കപ്പെടുകയാണ്. ചില മനുഷ്യരതാ ഒന്നും അറിയാത്ത ലോകത്തിന്റെ സകല രാജ്യങ്ങളിലേക്കും, നൂറുകണക്കിന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ച ഏറ്റവും വലിയ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, എല്ലാ രാജ്യങ്ങളിലെ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന, രാജ്യാന്തര കച്ചവടം നടത്തുന്ന, രാജ്യാന്തര കൂട്ടുകാരുള്ള ആളുകൾ അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തി സ്വന്തം മക്കളുടെ പേരുകൾ പോലും മറന്നു പോകുന്ന അവസ്ഥ.
അവസ്ഥ. സ്വന്തം മഹലിലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പോലും അറിയാത്ത അവസ്ഥയിലേക്ക് എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനതാ മടക്കപ്പെടുകയാണ്, മനുഷ്യനതാ മാറ്റപ്പെടുകയാണ്. ഏതുപോലെ ഒരു മഴയങ്ങ് പെയ്ത് ആ മഴയിലൂടെ ഊഷരമായി കിടന്നിരുന്ന ഭൂമി പച്ചപ്പാർന്ന് ആ പച്ചപ്പിങ്ങനെ സഞ്ചരിച്ച് അല്പകാലം കഴിഞ്ഞ് വീണ്ടും അത് ആ ഊഷരതയിലേക്ക് പോകുന്നത് പോലെ മനുഷ്യനിങ്ങനെ ജനിച്ച് ഒന്നും അറിയാത്ത അവസ്ഥയിൽ ജനിച്ച് എന്നിട്ട് എന്തൊക്കെയോ അറിഞ്ഞ് എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ മനസ്സിലാക്കി ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങലാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറവിയെടുക്കുന്നതിന്റെ മുന്നേ, നമ്മുടെ പിതാവിന്റെയും മാതാവിന്റെയും ബീജവും മണ്ഡവും കൂടി ചേരുന്നതിന്റെ മുന്നേ നമ്മൾ എവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ഓർക്കപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല നമ്മൾ പ്രിയപ്പെട്ടവരെ. വിശദീകരിക്കപ്പെടാൻ കഴിയാത്ത, പറയപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിശദീകരിക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ട് ബീജത്തിലൂടെ, അണ്ടത്തിലൂടെ, സിദ്ധാന്തത്തിലൂടെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഘട്ടം ഘട്ടമായി കണ്ണ് തന്ന്, കാത് തന്ന്, കൈ തന്ന്, കാല് തന്ന്, കരള് തന്ന്, കിഡ്നി തന്ന്, ബുദ്ധി തന്ന്, വിവേകം തന്ന്, ചിന്ത തന്ന്, കരയാനുള്ള അവയവങ്ങൾ തന്ന്, കഴിക്കാനുള്ള വായ തന്ന്, എല്ലാം തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ, മരണപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖബറിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ആ ഖബറിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ, ആ ഖബറിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അതേ അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മുടെ ഐഡന്റിറ്റി ഇല്ല, ആളുകളുടെ ഓർമ്മയിൽ പോലും നമ്മളില്ല, ആളുകളുടെ ചിന്തയിൽ പോലും നമ്മളില്ല, ആളുകളുടെ ചർച്ചയിൽ പോലും നമ്മളില്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഈ ഇരിക്കുന്ന ആളുകൾ ഒരു 150 വർഷം കഴിഞ്ഞാൽ, ഒരു 200 വർഷം കഴിഞ്ഞാൽ നമ്മെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകൾ ഇവിടെ നിലനിൽക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ കബറടക്കിയ കബറിന്റെ അടിയിൽ നമ്മുടെ എല്ലുകൾ പോലും ബാക്കിയാവുകയില്ല, നമ്മുടെ അസ്ഥികൂടങ്ങൾ പോലും മണ്ണിലേക്ക് ലയിച്ചു ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ പോകും. ഏതവസ്ഥയിൽ നിന്നാണോ നമ്മൾ വന്നത് അതേ അവസ്ഥയിലേക്ക് മാറിപ്പോകാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ടാണ് പടച്ചുറപ്പ് പറഞ്ഞത്, ഒരു മഴ പെയ്ത് ആ മഴയുടെ സ്പർശത്തിൽ ഭൂമിക്ക് മുകളിൽ പച്ചപ്പുണ്ടാകുന്നത് പോലെ ചുരുങ്ങിയ കാലത്ത് നൽകപ്പെട്ട ഈ ആയുസ്സാണ് നിങ്ങളുടേത്. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നറിയുമോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് കേട്ടോ, ഈ ദുനിയാവിലെ ജീവിതം ചതി മാത്രമാണ് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അവശേഷിക്കുക? വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ. യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ തവണയുള്ള കാഹളമൂത്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിന്റെ തിരശീല പൊങ്ങുകയാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയാണ് ഒരു ഭാഗത്തുള്ളത്. വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അല്ലാഹുവിന്റെ തൃപ്തിയുമാണ് മറുഭാഗത്തുള്ളത്. അതിലേത് വേണമെന്ന് നശ്വരമായി ദുനിയാവിൽ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമതടിക്കലിൽ നിങ്ങളിതാ വ്യാപൃതരായിരിക്കുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കുന്നതുവരെ, ഖബറിടങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരങ്ങൾ എടുത്തു വെക്കുന്നതുവരെ നിങ്ങളിതാ പരസ്പരം പെരുമതടിക്കലിൽ നിങ്ങൾ ഇങ്ങനെ കസറിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വ്യക്തമായിട്ടാണ് ഈ ദുനിയാവിന്റെ പ്രമത്തതയിൽ മുങ്ങിപ്പോയി പരലോകം നശിപ്പിക്കുന്ന മനുഷ്യരെ അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആ മനുഷ്യർക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സൂറത്തുൽ ആറാഫിൽ 3 വിഭാഗം ആളുകൾ തമ്മിൽ നടക്കുന്ന ഒരു സംസാരത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗവാസികളും നരകവാസികളും, ആ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ആറാഫിലെ ആളുകളും തമ്മിൽ നടത്തുന്ന ഒരു സംസാരമുണ്ട്. അല്ലാഹു പറയുകയാണ്, വനാജാ അസ്ഹാബുൽ ജന്ന അസ്ഹാബൻ നാർ അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ فهل وجدتم ما وعد ربكم حقا فأذن مؤذن بينهم اللعنة الله على الظالمين. സ്വർഗവാസികൾ നരകവാസികൾ വിളിച്ചു ചോദിക്കുകയാണ്,
എന്താണ് ചോദിക്കുന്നത്? ഞങ്ങളിതാ അള്ളാഹു വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളിൽ എത്തിയിരിക്കുന്നു. അരുവികളുടെ, പുഴകളുടെ, സുഖാനുഗ്രഹത്തിന്റെ, കുടുംബത്തോടൊപ്പമുള്ള സൗഖ്യത്തിന്റെ, സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ ഭവനത്തിൽ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. ഞങ്ങളത് കണ്ടിരിക്കുന്നു. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തത് വന്നെത്തിയിട്ടുണ്ടോ? അവരതാ മറുപടി പറയുകയാണ്, ഖാലൂ നഅം, അതേ വന്നെത്തിയിട്ടുണ്ട്. ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും അല്ലഅനതുല്ലാഹി അലദ്ദാലിമീൻ, അവരുടെ ഇടയിൽ വിളിച്ചു പറയുന്ന ഒരു വിളിയാണ്, വിളിച്ചു പറയുകയാണ്, അല്ലഅനതുല്ലാഹി അലദ്ദാലിമീൻ, അക്രമകാരികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപകോപം ഉണ്ടാകട്ടെ. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി വയബ്ഗൂനഹാ ഇവജാ വഹും ബിൽ ആഖിറതി കാഫിറൂൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച ആളുകൾ, അതിനെ വക്രമായി കൊണ്ട് കണ്ട ആളുകൾ, അവർ ഈ പരലോകത്തെ കുറിച്ച് അവിശ്വസിച്ചവരായിരുന്നു. ഈ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ കൊഞ്ഞനം കുത്തിയവരായിരുന്നു. ഈ നരകത്തെ കുറിച്ച് പറയുമ്പോ പാട്ടുപാടിയവരായിരുന്നു, നീരസം പ്രകടിപ്പിച്ചവരായിരുന്നു, പരിഹാസം നടത്തിയവരായിരുന്നു. വബൈനഹുമാ ഹിജാബ് വഅലൽ അറാഫി റിജാലൻ യഅരിഫൂന കുല്ലൻ ബിസീമാഹും വനാദൂ അസ്ഹാബൽ ജന്നതി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. ആ സ്വർഗത്തിനും നരകത്തിനുമിടയിൽ ചില അടയാളങ്ങളുള്ള മനുഷ്യരുടെ ആറാഫ്. ഈ ഒരു സംഭവമാണ് ആറാഫ് എന്ന സൂറത്തിന് ആറാഫ് എന്ന് പേര് വരാൻ കാരണം. അവർ സ്വർഗത്തിലേക്ക് കടന്നിട്ടില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നടുവിലുള്ള മറയിലാണ് അവരുള്ളത്. അവരങ്ങനെ ആ മറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സ്വർഗത്തിലുള്ള ആളുകളെ കാണുമ്പോ അവരതാ പറയുകയാണ്, അവരതാ അൻസലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. അവർ പ്രവേശിച്ചിട്ടില്ല സ്വർഗത്തിൽ. ആ സ്വർഗപ്രവേശനത്തിന് അവരതാ കാത്തിരിക്കുകയാണ്. നരകത്തിലേക്ക് അവരുടെ കണ്ണുകൾ പോകുമ്പോ വൈദാ സുരിഫത്ത് അബ്സാറുഹും തിൽഖാ അസ്ഹാബൻ നാർ, ആ നരകത്തിലേക്ക് അവരുടെ കണ്ണ് പോകുമ്പോ അവരതാ ചോദിക്കുകയാണ്, അഹാഉലായി അഖ്സംതും ലാ യനാലഹുമുല്ലാഹു ബിറഹ്മ, അല്ലയോ പ്രമാണിമാരെ, നരകത്തിൽ കിടക്കുന്ന രാജാക്കന്മാരെയും പ്രമാണിമാരെയും വലിയ പണക്കാരെയും കുബേരന്മാരെയും വിളിച്ചുകൊണ്ട് ഈ ആറാഫിലുള്ള ആളുകൾ ചോദിക്കുകയാണ്, ഇവരെ തൊട്ടാണോ നിങ്ങൾ സത്യം ചെയ്തത്? ഇവർ വഴികേടിലാണ് നിങ്ങൾ പറഞ്ഞത്, ഇവര് വിദ്യവിശ്വാസികളാണ് നിങ്ങൾ പറഞ്ഞത്, ഇവരെ തൊട്ടാണോ? ഇവരിതാ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കുന്നു. അള്ളാഹു അവർക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. അള്ളാഹു അവർക്ക് മോചനം നൽകിയിരിക്കുന്നു. അള്ളാഹു അവർക്ക് പ്രതാപം നൽകിയിരിക്കുന്നു. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, അപ്പോഴതാ നരകവാസികൾ സ്വർഗവാസികളെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, അന്നഫീദു അലൈനാ മിനൽ മാ, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരാൻ പറ്റുമോ? നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ഈ നരകവാസികളതാ സ്വർഗവാസികളോട് ചോദിക്കുകയാണ്. ഖാലൂ, സ്വർഗവാസികൾ മറുപടി പറയുന്നു, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് അല്ലാഹു അതാ എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും പരിഗണനകളും നിഷേധിച്ചിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. ഈ സംഭവം മുഴുവൻ വിശദീകരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുന്നൊരു വർത്തമാനമുണ്ട്. ആരാണിവർ? ഈ ഹതഭാഗ്യരായ ആളുകൾ ആരാണ്? ഈ ഭാഗ്യം കെട്ട നരകക്കാരാരാണെന്നറിയുമോ? അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബാ, അവരവരുടെ മതത്തെ കളിവിനോദമായി കളിതമാശയായി സ്വീകരിച്ചവരാണ്. മതമെന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ കളിവിനോദം മാത്രമാണ്. കല്യാണ വീട്ടിൽ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ദീനില്ല അവിടെ. ആഘോഷവേളകളിൽ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ദീനില്ല അവിടെ. ആകെ ദീന് നിൽക്കുന്നത് നിക്കാഹിന്റെ വേദിയിൽ ഒരു ഉസ്താദ് വന്നിട്ട് കുറച്ചു നേരം പ്രസംഗിക്കുമ്പോ രണ്ട് ഖുർആനായ തുറക്കോതിയിട്ട് ഫാത്തിഹ വിളിക്കുന്നത് മാത്രമാണ് ദീനായി അവർ കണ്ടിട്ടുള്ളത്. അതിന്റെ പുറത്തേക്ക് ദീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കളിവിനോദം മാത്രമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാനും കളിയാക്കാനുമുള്ള സംഗതി മാത്രമാണ്, ഗൗരവമുള്ള വിഷയമല്ല. വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു വർത്തമാനമാണിത്. അല്ലാഹു പറയുന്നു, എന്തുകൊണ്ടാണ് അവരെ നരകത്തിൽ അകപ്പെട്ടു പോയതെന്നറിയുമോ? വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയാ,
ദുനിയാവിലെ ജീവിതം അവർ വഞ്ചിച്ചിരിക്കുകയാണ്. ഫല്യൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. ഈ ദിവസത്തെ അവർ മറന്നതുപോലെ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് അവർ മറന്നതുപോലെ, ഫല്യൗമ നൻസാഹും, ഇന്നേ ദിവസം ഞാനിതാ അവരെ മറന്നിരിക്കുകയാണ്, ഞാനിതാ അവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ദുനിയാവിലെ ജീവിതം വഞ്ചിച്ചു കളഞ്ഞു. ദുനിയാവിലെ ജീവിതമാണ് എല്ലാം എന്ന് തോന്നലവരെ വഞ്ചിച്ചിരിക്കുകയാണ്. മാശറയിൽ വെച്ച് മുനാഫിഖുകളും മുഅ്മിനുകളും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളായ ആണും പെണ്ണും അവരതാ പറയുകയാണ്, ലില്ലദീന ആമനു ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. മാശറയിൽ ഇങ്ങനെ മനുഷ്യകുലം ഒരുമിച്ച് കൂടുമ്പോ മുഅ്മിനീങ്ങളെ പ്രത്യേകമായി അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നുണ്ടാവും, അവരുടെ കൈകൾ പ്രകാശിക്കുന്നുണ്ടാവും, അവരുടെ അവയവങ്ങൾ പ്രകാശിക്കുന്നുണ്ടാവും. യൗമ തബയദ്ദു വുജൂഹു വതസ്വദ്ദു വജൂഹ്, ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, ചില മുഖങ്ങൾ ഇരുണ്ടുപോയതായിരിക്കും. വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ അങ്ങ് പ്രകാശിക്കുന്ന മുഖങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് അവർ. സ്വർഗത്തിൽ നിത്യവാസികളാണ്. അങ്ങനെ ഈ പ്രകാശം, മുഅ്മിനീങ്ങളുടെ ഈ പ്രകാശം കാണുമ്പോ മുനാഫിഖുകളായ ആണും പെണ്ണും വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഇഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുമോ? ഈ പ്രകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് തരാൻ കഴിയുമോ? അവരോട് പറയപ്പെടുകയാണ്, പിറകിലേക്ക് പോകുക, മുഅ്മിനീങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഇന്നൊരു സ്ഥാനവുമില്ല. അല്ലയോ കുറ്റവാളികളെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക. നിങ്ങൾ പിറകോട്ട് മാറിപ്പോകുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം പ്രകാശം നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. മുഅ്മിനീങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഒരു പങ്കും നിങ്ങൾക്ക് ഇന്ന് ഇല്ല കേട്ടോ. അള്ളാഹുവിന്റെ വാക്കുകളാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അവർക്കിടയിൽ അതാ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാതിലിന്റെ ഉള്ളിൽ മുഅ്മിനീങ്ങളെ അല്ലാഹു ചേർത്ത് പിടിക്കുകയാണ്. ആ വാതിലിന്റെ ഉള്ളിലേക്ക് അല്ലാഹു അവന്റെ റഹ്മത്തിൽ, അവന്റെ കാരുണ്യത്തിൽ മുഅ്മിനീങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ആ വാതിലിന്റെ പുറത്താകട്ടെ മുനാഫിഖുകളെ കാത്തിരിക്കുന്നത് ഭയാനകമായ നരകമാണ്. യുനാദൂനഹും അലം നകും മഅകും. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നേരിൽ കാണുന്നത് പോലെ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ പരലോകത്തൊരവസ്ഥ അല്ലാഹു വിശദീകരിക്കുകയാണ്. യുനാദൂനഹും, ആ വാതിലിന്റെ പിറകിൽ നിന്നുകൊണ്ട് മുനാഫിഖുകൾ വിളിക്കുകയാണ്, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ലയോ? നിങ്ങൾ പരിപാടി സംഘടിപ്പിച്ചപ്പോ, പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അത് കേൾക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിസ്കാരത്തിന്റെ സ്വഫിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ജുമുഅ കേൾക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? സംഘടനാ പ്രവർത്തനത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അലം നകും മഅകും ഖാലൂ, മുഅ്മിനീങ്ങൾ തിരിച്ചു പറയുകയാണ്, ബലാ, നിങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി കളഞ്ഞു. വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി, നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, നിങ്ങൾ എന്തൊക്കെയോ സംശയിച്ചു, നിങ്ങൾ എന്തൊക്കെയോ വ്യാമോഹിച്ചു. വഗറത്കുമുൽ അമാനി, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. ഈ ദുനിയാവാണ് എല്ലാം എന്ന വ്യാമോഹം, ഈ ദുനിയാവാണ് എല്ലാം എന്ന ചിന്ത, ഈ ദുനിയാവാണ് എല്ലാം എന്ന അബദ്ധധാരണ, പരലോകത്തെ കുറിച്ചുള്ള മിഥ്യാബോധം, സ്വർഗമില്ല നരകമില്ല എന്ന, നിസ്കരിക്കുന്ന സമയത്തും ജുമാ നമസ്കരിക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും സ്വതഖ കൊടുക്കുന്ന സമയത്തും ഉള്ളിൽ വിശ്വാസം കയറിയിട്ടില്ല. ഹത്താ ജാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. ആ റബ്ബിന്റെ കൽപ്പന നിങ്ങൾ കണ്ടപ്പോ, മലക്കുൽ മൗത്തിനെ നിങ്ങൾ നേരിട്ട് കണ്ടപ്പോ, മലക്കുകൾ അല്ലാഹുവിന്റെ മലായികത്തുകളെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടപ്പോ, ഹത്താ ജാ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ,
ആ മഹാവഞ്ചകൻ ശൈത്താൻ ദുനിയാവിന്റെ വിഷയത്തിൽ ദുനിയാവ് കാണിച്ചിട്ട് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു, ചതിച്ചു കളഞ്ഞു, നിങ്ങളെ കബളിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുമായി ഇന്നേ ദിവസം യാതൊരു ബന്ധവുമില്ല, യാതൊരു തരത്തിലുള്ള കെട്ടുപാടുമില്ല എന്ന് മുഅ്മിനീങ്ങളതാ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിനാൽ മനസ്സുവഴങ്ങിപ്പോയ ആളുകൾ നാളെ പരലോകത്ത് വെച്ച് അനുഭവിക്കാൻ പോകുന്ന ദുരന്ത ഫലത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തതയാണ്. മൂന്നാമത്തേത് എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നഫ്സിന്റെ ഇച്ഛയാണ് നമ്മെ സ്വർഗത്തിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ സ്വർഗത്തെ കുറിച്ച് മറപ്പിച്ചു കളയുന്ന അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സ്വന്തം നഫ്സാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾ നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? യുക്തിവാദത്തൊക്കെ യുവാക്കൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ഇസ്ലാമിന്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അക്കൗണ്ടബിലിറ്റിയിൽ നിന്നുള്ള ഓട്ടമാണ്. ഒരു കുഴപ്പമില്ലാതെ എല്ലാം ചെയ്യാൻ പറ്റണം, എല്ലാം പ്രവർത്തിക്കാൻ പറ്റണം, ജീവിതത്തിൽ എല്ലാം ആസ്വദിക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ കുടുക്കുകളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നഫ്സിന്റെ ഇച്ഛകൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആല ഇംറാനിൽ വളരെ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാൻ, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത് حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ഷഹവാത്തുകളോടുള്ള ഇഷ്ടം, ഇച്ഛകളോടും ആശകളോടുമുള്ള ഇഷ്ടം മനുഷ്യനത അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. പെണ്ണിന്റെ പിന്നാലെയാണ്, മക്കൾ നേടിയ വിദ്യാഭ്യാസത്തിന്റെയും ഉയർച്ചകളുടെയും പിന്നാലെയാണ്, സ്വർണം വാരിക്കൂട്ടുന്നതിന്റെ പിന്നാലെയാണ്, ഫഖറിന്റെ പിന്നാലെയാണ്, ഖത്തറിന്റെ പിന്നാലെയാണ്. പല സഹോദരിമാർക്കും ഒരു വിവാഹത്തിന് പോയിട്ട് ആ വിവാഹത്തിൽ പങ്കെടുത്ത് ആരെങ്കിലും കൂടുതൽ സ്വർണം ധരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും കൂടുതൽ സ്വർണമിട്ട് കഴിഞ്ഞാൽ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്, മനസ്സിന്റെ എല്ലാ തരത്തിലുള്ള സമാധാനവും നഷ്ടപ്പെടുകയാണ്. അവൾക്കത്ര സ്വർണ്ണുണ്ടല്ലോ, എനിക്കിത്ര സ്വർണ്ണല്ലല്ലോ, ഫഖറിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും സ്വർണത്തോടുള്ള നിർബന്ധമാണ്. വിവാഹം കഴിക്കാനൊരുങ്ങുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുമ്പ് അവന്റെ സഹോദരൻ, അവന്റെ ജ്യേഷ്ഠൻ 10 പവനാണ് മഹർ കൊടുത്തതെങ്കിൽ ഇന്നും 10 പവൻ തന്നെ മഹർ കൊടുക്കണമെന്ന് ഉമ്മയും പെങ്ങന്മാരും നിർബന്ധം പിടിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? മഹർ കൊടുത്താൽ കൂലി കിട്ടുമെന്നത് കൊണ്ടല്ല, മഹർ കൊടുത്താൽ പ്രതിഫലം, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടുമെന്നത് കൊണ്ടല്ല, മറിച്ച് ആളുകളുടെ മുന്നിൽ നാണം കെട്ടുപോകുമെന്ന് ചിന്തിച്ചിട്ടാണ്, ആളുകളുടെ മുന്നിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. ഈ ശരീരത്തിന്റെ നഫ്സിന്റെ ഏറ്റവും വലിയ ഇച്ഛയായി അല്ലാഹു പഠിപ്പിച്ചത് ദുരഭിമാനമാണ്. കുടുംബത്തിലേക്ക് ദുരഭിമാനം നടിച്ചുകൊണ്ട് പോകുന്നവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഇല്ലാത്ത പണം കടം വാങ്ങിക്കൊണ്ട് അഭിമാനം സംരക്ഷിക്കാൻ എന്ന വ്യാജേന നമ്മൾ നടത്തുന്ന ധൂർത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ നടത്തുന്ന കാട്ടിക്കൂട്ടലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ദുർവ്യയം നടത്തുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. നമ്മെക്കുറിച്ച് ആളുകൾ എന്ത് പറഞ്ഞിട്ടും നമുക്ക് എന്ത് കിട്ടാനാണ്? അവർ വലിയ കൂട്ടക്കാരാണ്, അവർ വലിയ പണക്കാരാണ്, അവർ വലിയ സ്ഥിതിയുള്ളവരാണെന്ന് നാലാള് പറഞ്ഞാൽ അതിനെ കൊണ്ട് നമുക്ക് കിട്ടാനുള്ള നേട്ടം എന്താണ്? അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമാധാനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അഭിമാന ബോധമുണ്ടല്ലോ, അത് പിശാചുണ്ടാക്കുന്നതാണ്, അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്, അത് ഇബ്ലീസിന്റെ ചതിയും വഞ്ചനയുമാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. മരണത്തിന്റെ സമയത്തും നരകത്തിലുമുള്ള ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു
അള്ളാഹു പറഞ്ഞത് ദുരഭിമാനത്തോടെ കുടുംബങ്ങളിലേക്ക് പോയവനെ, നിനക്കത് മതിയായതാണ്, നിനക്കത് മതിയായതാണ്, നിനക്കത് മതിയായതാണ്. അതുകൊണ്ട് നഫ്സ് പറയുന്ന ദുരഭിമാനം നാം പിടിച്ചു ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അഭിമാനം ദുരഭിമാനവും രണ്ടും വേറെ വേറെയായിക്കൊണ്ട് തന്നെ നാം കാണേണ്ടതുണ്ട്. ഈ നഫ്സിന്റെ ഇച്ഛകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് ഈ ഒരു ദുരഭിമാനത്തിന്റെ വിഷയത്തിലാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. എന്തൊക്കെ തെറ്റുകൾ നാം ചെയ്യുമ്പോഴും ഈ നഫ്സിന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സദാ നമ്മെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപദേഷ്ടാവിനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ആ മനസ്സിന്റെ ഉപദേഷ്ടാവിനെ അല്ലാഹു പറഞ്ഞത് നഫ്സുൽ ലവ്വാമ എന്നാണ്, വിമർശിക്കുന്ന മനസ്സാക്ഷി എന്നാണ്. മനസ്സാക്ഷി കുത്തെന്നൊക്കെ നമ്മൾ പറയും. അതിങ്ങനെ ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യം തെറ്റുകൾ ചെയ്യുമ്പോൾ, വലിയ പാപങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലാണ്, വല്ലാത്തൊരു വേദനയാണ്. പിന്നീട് ആ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുവീണ് ഹൃദയം കറുത്തിരണ്ടു പോയി കഴിഞ്ഞാൽ നഫ്സുൽ ലവ്വാമ മരണമടയുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അവനൊരു ഖേദവുമില്ല, അവിടെ നിന്ന് അങ്ങോട്ട് അവനൊരു പശ്ചാത്താപവുമില്ല, അവിടെ നിന്ന് അങ്ങോട്ട് അവനൊരു പ്രായശ്ചിത്തവുമില്ല. മാറാൻ അവന് കഴിയില്ല, നന്നാവാൻ അവന് കഴിയില്ല. അവന്റെ ഹൃദയം അതാ കടുത്തു പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥയിലെത്തുന്നതിന്റെ മുന്നേ പശ്ചാത്താപം കൊണ്ട് ഹൃദയത്തിന്റെ കറകൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹൃദയം ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ നഫ്സ് തന്നെയാണ്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ച അസീസിന്റെ ഭാര്യ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് പരിചയപ്പെടുത്തുന്ന ആ പെണ്ണ് രാജാവിന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തിയിട്ട് പറയുന്ന വാക്കുകളാണിത്. വമാ ഉബർരിഉ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ കളങ്കരഹിതമാക്കുന്നില്ല, ഞാൻ കുറ്റക്കാരിയാണെന്ന് ഞാൻ ഇതാ സമ്മതിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നഫ്സ് എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിലേക്ക് വലിക്കുന്നതാണ്, എപ്പോഴും തിന്മയിലേക്ക് വലിക്കുന്നതാണ്. അവിഹിതത്തിന് പ്രത്യേകമായ സുഖം തോന്നുന്നത് അതുകൊണ്ടാണ്, കട്ട് തിന്നുന്നതിന് പ്രത്യേകമായ സുഖം തോന്നുന്നത് അതുകൊണ്ടാണ്, വേണ്ടാധീനത്തിനുള്ള ബന്ധത്തിൽ അത്രമാത്രം ആത്മാർത്ഥത തോന്നുന്നത്, അത്രമാത്രം ആശ്വാസം തോന്നുന്നത്, ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കിട്ടാത്ത ആ ഒരു മനസ്സുഖവും സമാധാനവും ശാന്തിയും ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് അന്യപുരുഷന്റെ വാക്കുകളിലൂടെ കടന്നു വരുന്നത്. ഭാര്യയുടെ വാക്കുകളിൽ നിന്ന് കിട്ടാത്ത സമാധാനവും സന്തോഷവും അന്യ സ്ത്രീയുടെ വാക്കുകളിലൂടെ മനുഷ്യന് കിട്ടുന്നത്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നഫ്സ് എപ്പോഴും തെറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും തെറ്റിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി, ലൗലാ അർആ ബുർഹാന റബ്ബി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലും ചാഞ്ചാട്ടം ഉണ്ടാകുമായിരുന്നു, അദ്ദേഹവും ആ തെറ്റിലേക്ക് പോയി പോകുമായിരുന്നു. അള്ളാഹുവിന്റെ വ്യക്തമായ ബുർഹാൻ, അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരാ, നഫ്സിനെ കടിഞ്ഞാണിടുക എന്ന വലിയ ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട്. എങ്ങനെയാണ് ആ നഫ്സിന് കടിഞ്ഞാണിടുക? ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്, തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്നത് കൊണ്ട് താൻ വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരാതിരിക്കുക എന്നതാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന നിലപാടിന്റെ പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗദറിന് പോയി കഴിഞ്ഞാൽ അനാവശ്യമായ അവിഹിത ബന്ധങ്ങൾ അവിടെ വെച്ചുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗെറ്റ് ടുഗദറിലേക്ക് പോകാതിരിക്കലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നത്. വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖ്റബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സ്വന്തം നഫ്സിനെ ഇച്ഛയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, സ്വന്തം നഫ്സിന്റെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. എല്ലാ ഇച്ഛകളിൽ നിന്നും അല്ലാഹുവിന്റെ കൽപ്പനയും
കൽപ്പനയും അള്ളാഹുവിന്റെ നിരോധനവും അനുസരിച്ച് കടിഞ്ഞാട്ടിട്ട ആളുകളുണ്ടല്ലോ, അവരതാ സ്വർഗത്തിലാണ് അവരുടെ വാസസ്ഥലം. ഒരു നിരന്തരവും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും കെട്ടിക്കുടുക്കുകളും ഇല്ലാത്ത, സർവ്വസ്വാതന്ത്ര്യമുള്ള, സർവ്വസന്നാഹങ്ങളുമുള്ള സുഖാഡംബരത്തിന്റെ പ്രതീക്ഷയായ സ്വർഗത്തിലേക്കാണ് അവരുടെ അന്ത്യയാത്ര എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് മനസ്സിലാക്കുക, 3 തടസ്സങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലൊന്നാമത്തത് ശൈത്താനാണ്, നമ്മുടെ ആജന്മ ശത്രുവാണ്. രണ്ടാമത്തത് നമ്മുടെ ഈ ദുനിയാവിനോടുള്ള അമിതമായ ത്വഅമാണ്, അമിതമായ അത്യാർത്തിയാണ്. മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ നഫ്സ് തന്നെയാണ്, നമ്മുടെ ശരീരം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വാഇദാരാണെന്നറിയുമോ? കഫാ ബിൽ മൗതി വാഇദാ. ഏറ്റവും നല്ല വാഇദ് എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഉപദേശകൻ എന്ന് പറയുന്നത് അത് മരണമാണ്. എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന, രംഗബോധമില്ലാത്ത കോമാളിയായ മരണത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ അധികരിപ്പിക്കണേ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മരണം 2 രീതിയിലാണ് മനുഷ്യനെ മാറ്റുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ചില മനുഷ്യർ മരണത്തെ ഓർമ്മിക്കും, മരണത്തെക്കുറിച്ച് ചിന്തിക്കും, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും, എന്നിട്ട് അവര് നന്നാവും. രണ്ടാമത് പ്രിയപ്പെട്ടവരെ, ആ മരണം മുന്നിൽ കാണുമ്പോഴാണ്, ആ മരണം മുന്നിൽ കാണുന്ന സമയത്ത് മാറാത്ത മനുഷ്യരില്ല പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കാത്ത മനുഷ്യരില്ല, മാറി ചിന്തിക്കാത്ത മനുഷ്യരില്ല. എത്ര കെട്ടുപോയവനായാലും, എത്ര വൃത്തികെട്ടവനായാലും ആ മരണം മുന്നിൽ കാണുമ്പോൾ പശ്ചാത്തപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്ത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും പ്രതീകമായ ഫിർഔൻ, ആ ഫിർഔൻ പോലും മരണം മുന്നിൽ കണ്ടപ്പോ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ആമൻതു ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുന്നു എന്ന്. എത്രയോ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. മൂസാ നബിയുടെ 2 അത്ഭുതങ്ങൾ കൃത്യമായി കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഫർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വദ്ദഫാദിഅ വദ്ദമ ആയാതി മുഫസ്സലാത്ത്. 5ഓളം ദൃഷ്ടാന്തങ്ങൾ ജീവിതത്തിൽ തൂഫാനിന്റെ രൂപത്തിലും, ജറാദിന്റെ രൂപത്തിലും, കുമ്മലിന്റെ രൂപത്തിലും, ദമിന്റെ രൂപത്തിലും, ദഫാദിന്റെ രൂപത്തിലും ഫിർഔനിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും കണ്ണു തുറപ്പിച്ചിട്ടില്ല. ആ ഫിർഔനിന്റെ മുന്നിൽ നിന്നാണ് ചെങ്കടലിന്റെ തിരമാലകൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ മുന്നിൽ വഴിമാറി കൊടുക്കുന്നത് കണ്ടത്. എന്നിട്ടും അയാൾ നന്നായില്ല. എത്രയോ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും നന്നാവാത്ത ഫിർഔൻ അവസാനം നന്നാകുന്ന ഒരു രംഗമുണ്ടപ്പോഴാണെന്നറിയോ? ആ ചെങ്കടലിന്റെ തിരമാലകൾക്കിടയിലേക്ക് മുങ്ങിത്താണ് ശ്വാസം മുട്ടി മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ആമൻതു ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാത്തൊരു മനുഷ്യൻ പോലുമില്ല. സകലരും വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ധിക്കാരിയായ മനുഷ്യൻ, അഹങ്കാരിയായ മനുഷ്യൻ, എത്ര പ്രസംഗം കേട്ടാലും നന്നാവാത്തവൻ, എത്ര ഉപദേശങ്ങൾ കേട്ടാലും കർണപുടത്തിന്റെ പാളികൾ കടന്ന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്ത മനുഷ്യൻ മരണസമയമാകുമ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ലഅല്ലി അഅമലു സാലിഹാ, സൽക്കർമ്മങ്ങൾ ഞാനൊന്ന് ചെയ്തോട്ടെ റബ്ബേ, ഫീമാ തറക്തു ചെയ്യാതെ പോയ കർമ്മങ്ങൾ ഞാനൊന്ന് ചെയ്തോട്ടെ റബ്ബേ എന്ന് ആ മനുഷ്യൻ അവിടെ ആവശ്യപ്പെടുന്നതാണ്. സ്വതക ചെയ്യാതെ പിശുക്കരായ ആളുകൾ, അറുപിശുക്കന്മാരായ മനുഷ്യന്മാർ, അറ്റകൈക്ക് ഉപ്പതേക്കൂല എന്ന് നമ്മളൊക്കെ പറയുന്ന അറുപിശുക്കന്മാര് പോലും മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിനോട് പറയുകയാണ്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹു 1 മണിക്കൂർ നീ എനിക്ക് നീട്ടിത്തന്നാൽ, 2 മണിക്കൂർ നീ എനിക്ക് നീട്ടിത്തന്നാൽ, ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക ചെയ്യാം റബ്ബേ, ഞാൻ ദാനധർമ്മങ്ങൾ കൊടുക്കാം റബ്ബേ, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ മാർഗത്തിലേക്ക് എഴുതി കൊടുക്കാം, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിന്റെ മാർഗത്തിലേക്ക് എഴുതി കൊടുക്കാം. വകും മിനസ് സ്വാലിഹീൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായി എന്റെ ജീവിതത്തിൽ ബാക്കിയുള്ള ഈ സമയം ഞാനായി കാണിച്ചു തരാം റബ്ബേ. വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവസരങ്ങൾ മുഴുവൻ
പാഴാക്കി കളഞ്ഞിട്ട്, അവസരങ്ങൾ മുഴുവൻ വൃഥാവിലാക്കി കളഞ്ഞിട്ട് മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് ആ മനുഷ്യര് നടത്തുന്ന ഈ വാചാരോപങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവരതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മരണത്തിന്റെ മാലാഖമാരെ കണ്ടു കഴിഞ്ഞാൽ അതൊരു യാത്രയുടെ തുടക്കമാണ്, തിരിച്ചു വരവില്ല. ആ യാത്രക്ക് തിരിച്ചു വരവില്ല, അതിന് മുന്നോട്ട് മാത്രമേ ഉള്ളൂ, റിവേഴ്സ് ഇല്ല പ്രിയപ്പെട്ടവരെ. അവിടുന്ന് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലേക്കുള്ള യാത്രയാണ്. മനുഷ്യൻ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അജ്ഞാതമായ, അവരിന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത അജ്ഞാതമായ ലോകത്തേക്കുള്ള യാത്രയാണ് ബർസഖ് എന്ന് പറയുന്ന ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള മറയിലേക്കാണ് ആ യാത്ര പോകുന്നത്. ഖബറിലേക്കാണ് ആ യാത്ര പോകുന്നത്. ഖബറിലേക്കാണ് എടുത്തു വെക്കാൻ പോകുന്നത്. നിസ്സാരമല്ല ഖബർ പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും ഈ ഭൂമിക്ക് പുറത്തോടെ നടക്കുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിലുള്ള മണ്ണ് നമ്മോട് വർത്തമാനം പറയുന്നുണ്ട്. എന്നിലേക്ക് ലയിക്കേണ്ടവനാണ് നീ, എന്നിലേക്ക് ചേരേണ്ടവനാണ് നീ, എന്നിലേക്ക് അലിഞ്ഞു ചേരേണ്ടവനാണ് നീ എന്ന് നമ്മുടെ കാലിന്റെ അടിയിലുള്ള മണ്ണ് നമ്മോട് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. എത്ര തവണ ഖബർസ്ഥാനിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്, ഒരു വട്ടം പോലും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടില്ല. എത്ര തവണ ഖബർസ്ഥാനിന്റെ ഉള്ളിൽ കയറി അസ്സലാമു അലൈക്കും യാ ദാറു ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ അല്ലയോ മുഅ്മിനീങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളെയും വൈകാതെ നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരുന്നതാണെന്ന് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞിട്ടില്ല, ഹൃദയം പിടച്ചിട്ടില്ല. എന്റെ വീട്ടിൽ ഞാൻ നിന്നതിനേക്കാൾ, എന്റെ നാട്ടിൽ ഞാൻ നിന്നതിനേക്കാൾ കഴിഞ്ഞുകൂടാനുള്ള സ്ഥലമാണ് ഈ 6 അടി മണ്ണെന്ന് ഒരിക്കലും പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല, ഒരിക്കലും പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഓരോ മയ്യത്തിന്റെ മുകളിലും മണ്ണ് വാരിയിടുമ്പോ, ഓരോ ഖബറിന്റെ മുകളിലും മൂടുകല്ല് എടുത്തു വെക്കുമ്പോ നാം ഒരു പടി കൂടി ആ ഖബറിലേക്ക് അടുക്കുകയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ മതിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. യുഗങ്ങളും നൂറ്റാണ്ടുകളും ആ ഖബറിൽ നമ്മൾ കിടക്കേണ്ടതുണ്ട്. ആ ഖബറിലെ അവസ്ഥ എന്താണ്? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എന്തെല്ലാം സൗകര്യങ്ങളോടെ ജീവിച്ചവർ വീടുണ്ടാക്കുന്ന സമയം എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് ഒരു മുറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എത്ര നല്ല രീതിയിലാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്, എത്ര സൂക്ഷ്മമായാണ് ഓരോ ഫർണിച്ചറും സെലക്ട് ചെയ്തിരിക്കുന്നത്, എത്ര വൃത്തിയിലാണ് ഓരോ മുക്കുമൂലകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഖബറിൽ ഒരു ഡിസൈനും ഇല്ല പ്രിയപ്പെട്ടവരെ. ആ ഖബറിൽ ഒരു ഇന്റീരിയറും ഇല്ല, ആ ഖബറിൽ ഒരു ഫർണിച്ചറും ഇല്ല, ആ ഖബറിൽ ഒരു എസിയും ഇല്ല, ഉമ്മയില്ല, ഉപ്പയില്ല, വാപ്പയില്ല, മക്കളില്ല, ഭാര്യയില്ല, മഹല്ലില്ല, കൂട്ടുകാരില്ല, പരിചയക്കാരില്ല, ആരോരുമില്ലാതെ കർമ്മങ്ങൾ മാത്രം ബാക്കിയായി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും മനുഷ്യനോട് ഇങ്ങനെ വിട പറയുകയാണ് ഓരോരുത്തർ. ആദ്യമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭാര്യയും പെൺമക്കളും എന്നേക്കുമായി യാത്ര പറയുകയാണ്. തിരിച്ചവർ വിളിക്കുന്നില്ല, പിറകിൽ നിന്ന് വിളിച്ചാലൊട്ട് പോകാനും സാധ്യമല്ല. ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് വെച്ച് മൂടുകല്ല് വെച്ച് അതിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് ആ മണ്ണ് നിരപ്പാക്കിക്കൊണ്ട് തസ്ബീഹിന്റെ പ്രാർത്ഥനയും ചൊല്ലി ആൺമക്കളും തന്റെ കൂട്ടുകാരും പരിചയക്കാരും മുഴുവൻ എന്നേക്കുമായി വിട പറഞ്ഞു പോകുകയാണ്. പിന്നീട് മഴയായാലും വെയിലായാലും ചൂടായാലും തണുപ്പായാലും ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്, അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് ആരും ബോധമല്ല പ്രിയപ്പെട്ടവരെ. അതിനെക്കുറിച്ചൊന്നും ആരും ആലോചിക്കാറും ചിന്തിക്കാറുമില്ല. മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ, ആഴ്ചകൾ ഇങ്ങനെ കഴിയുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓർമ്മകൾ ഖബറടക്കുകയാണ്. ഖബറടക്കത്തിന് വേണ്ടത് അരമണിക്കൂറോ കാമണിക്കൂറോ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ സ്മരണകളുണ്ടല്ലോ, ദിവസങ്ങൾ എടുത്തുകൊണ്ട് ആ സ്മരണകൾക്ക് മുകളിലേക്ക് ഓരോ മൂടുകല്ലുകൾ വെക്കുകയാണ്. മാസങ്ങളപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് കൊണ്ട് ജീവിച്ച വീട്, നമ്മുടെ അധ്വാനം കൊണ്ട് ജീവിച്ച വീട്, നാം നെടുന്തൂണായി നിന്ന വീട്, നമ്മുടെ ഭാര്യ,
നമ്മുടെ മക്കൾ, നമ്മുടെ സ്വന്തക്കാർ നമ്മുടെ അഭിപ്രായമില്ലാതെ ഒന്നും ചെയ്യാതിരുന്ന ആ വീട് അത് നമുക്ക് അന്യമാവുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പേരുകൾ പോലും അവിടെ ഓർക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയാണ്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് മക്കളും പേരക്കുട്ടികളും വളർന്നു വരുമ്പോ ഇങ്ങനെ ഒരു വല്ലിപ്പയോടെ ജീവിച്ചിരുന്നു എന്ന് ഏതെങ്കിലും ആണ്ടിനോ മറ്റോ ഓർത്താലായി നമ്മുടെ ഓർമ്മകളടക്കം കബറടക്കപ്പെടുകയാണ്. നാം ഒന്നുമല്ലാതെയായി മാറുകയാണ്. നാം ഇതാ നമ്മുടെ കർമ്മങ്ങളുമായി നമ്മുടെ നന്മ തിന്മകളുമായി ഖബറിന്റെ ഉള്ളിലേക്ക് ഏകാകിയായി ജീവിക്കാൻ പോകുകയാണ്. മറ്റൊരു കൂട്ടുമില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതത്തിൽ മനുഷ്യൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും ആ ഖബറിൽ അവന്റെ കൂട്ടിനില്ല. അവരെങ്ങനെ ആ ഖബറിൽ എങ്ങനെ യുഗങ്ങളോളം കഴിഞ്ഞുകൂടണമെന്നാണ്. ആ ഖബർ ജീവിതം കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളും പ്രയാസമേറിയതാണ്, ഓരോ ഘട്ടങ്ങളും ബുദ്ധിമുട്ടേറിയതാണ്, ഓരോ ഘട്ടങ്ങളും അല്ലാഹു ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്ന ദിവസമാണ്. പിന്നീട് ആ ഖബറിൽ നിന്ന് നാം എഴുന്നേൽക്കുന്നത് അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണേ. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഒരാൾക്കും മറ്റൊരാൾക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, ഒരു ശുപാർശയും ഏറ്റെടുക്കാത്ത, ഒരു ഒഴിവ് കഴിവുകൾക്കും ഒരു വിലയും കൊടുക്കപ്പെടാത്ത, ഒരു സഹായിയെയും കണ്ടെത്താൻ കഴിയാത്ത ആ ദിവസത്തിലേക്കാണ് പിന്നീട് നമ്മുടെ യാത്ര. നമ്മളൊക്കെ അങ്ങോട്ട് പോകുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ആ രംഗം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോ ഈ സ്വാഗതമാടും പുത്തനത്താണിയിലുമുള്ള ഖബർസ്ഥാനുകളിൽ നിന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോ ഒരേ ഖബറിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യന്മാർ എഴുന്നേറ്റ് വരാണ് അല്ലെ. ഒരു ഖബറിലേക്ക് ഒരാളെ വെച്ച് ആ മനുഷ്യന്റെ ശരീരം മണ്ണായി മാറി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ലയിച്ചു കഴിയുമ്പോ 10, 15, 20 വർഷമാകുമ്പോ ആ ഖബറിന്റെ 6 അടി മണ്ണിന് പോലും അടുത്ത അവകാശം വരികയാണ്. പക്ഷേ ആ മണ്ണിൽ എവിടെയോ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ മനുഷ്യന്റെ അംശം അല്ലാഹ്ക്കറിയാം. അല്ലാഹ്ക്കറിയാം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യന്റെ എല്ലുകളെ ഞാൻ കൂട്ടിച്ചേർക്കുകയില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എല്ലുകൾ പോലും മണ്ണായി നുരുമ്പിപ്പോയ അവസ്ഥയിൽ നിന്ന് അവന്റെ വിരൽ തലപ്പുകളിലെ ഫിംഗർ പ്രിന്റ്സ് പോലും, അവന്റെ ബയോ ഐഡന്റിറ്റി പോലും കൃത്യമായി പുനർക്രമീകരിക്കാൻ കഴിയുന്നവനാണ് നാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ ഊതുമ്പോ ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെല്ലാം, ലക്ഷക്കണക്കായ കോടിക്കണക്കായ മനുഷ്യർ മുഴുവൻ ഹശ്റിന്റെ മൈതാനിയിലേക്ക് ഒഴുകിപ്പോകുന്ന ആ രംഗം അവിടെ വെച്ച് വിധി നിർണയിക്കപ്പെടുകയാണ്. കിതാബ് നൽകപ്പെടുകയാണ്, മീസാൻ വെക്കപ്പെടുകയാണ്, സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുകയാണ്. വല്ലാത്തൊരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകന്മാരായ പ്രവാചകന്മാര് പോലും പേടിച്ച് കിടുകിട വിറച്ചു പോകുന്ന ആ ദിവസത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഹഖാണ്. ആ ദിവസം ഹഖാണ്, അത് വരാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം സ്വർഗമാകട്ടെ, നരകമാകട്ടെ, മാശറയാകട്ടെ, ഇതെല്ലാം ജനങ്ങൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്, പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്, നമ്മിലൂടെ ആളുകൾ അറിയേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പരലോക ചിന്തയെക്കുറിച്ചുള്ള ഒരു അപകർഷതാബോധം നമ്മുടെ യുവ മനസ്സുകളിലേക്ക് ഈ പറയുന്ന നിരീശ്വര യുക്തിവാദി സംഘങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഒരു കല്യാണ വീട്ടിലുണ്ടായ ഒരു അനുഭവം ഞാനത് അധിക സ്ഥലങ്ങളിലും പറയാറുണ്ട്. അതായത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. അങ്ങനെ ആ പെൺഡ്രൈവിലുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞു, പാട്ട് അവസാനിച്ചു. അങ്ങനെ അവരിങ്ങനെ കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ ബാക്കിയുള്ളവരോട് പറയാണ്, പിന്നെ നമുക്കിനി പരലോകം പാട്ടിട്ടാലോ? പരലോകമുണ്ട് മക്കളെ എന്ന് ഉസ്താദ്മാർ പാടൂലേ, ആ പാട്ടിട്ട് നമുക്ക് ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ കുട്ടികൾ ഇതൊക്കെ ഒരു തമാശയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന മുതിർന്ന തലമുറയിലുള്ള ആളുകളോട് പറയാനുള്ളത്, വലിയ ഉത്തരവാദിത്വം നമ്മുടെ മുന്നിലുണ്ട്. കണ്ണടച്ച് കിടന്നാൽ
നിങ്ങളുടെ മയ്യിത്ത് ആത്മാർത്ഥമായി കുളിപ്പിക്കാനൊരു അടുത്ത തലമുറ ഇവിടെ ഇല്ലാത്ത അവസ്ഥ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ തലമുറയിൽ നിന്ന്, ഇളം തലമുറയിൽ നിന്ന് നമുക്ക് കൃത്യമായ പ്രബോധകന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഞാൻ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ, കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ ദാറുൽ ബയ്യിന എന്ന് പറയുന്ന ഒരു സ്ഥാപനം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാ ഹിഫ്ദ് കോളേജോ അല്ലെങ്കിൽ സാധാരണ അറബി കോളേജോ അല്ല. ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം കേരളത്തിൽ ലഭ്യമായ ഏറ്റവും ബ്രൈറ്റായ കുട്ടികളെ, ഈ പ്രദേശത്തു നിന്നൊക്കെ കുട്ടികളുണ്ട്, ഏറ്റവും ബ്രൈറ്റായ കുട്ടികളെ, ഏറ്റവും കഴിവുള്ള തലച്ചോറുകളെ തെരഞ്ഞെടുത്ത് അവരെ ദാവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഈ പറയുന്ന പ്രഭാഷകരാക്കി, പ്രബോധകരാക്കി, പിന്നെ ഉസ്താദുമാരാക്കി പള്ളിയിൽ തളച്ചിടുക എന്നതല്ല. അവരിൽ സയന്റിസ്റ്റുകളാകാൻ പറ്റുന്ന, AI ഡെവലപ്പേഴ്സ് ആകാൻ പറ്റുന്ന, റോബോട്ടിക്സിലൊക്കെ വളരെ കഴിവുള്ള മക്കളുണ്ട്. ആ കുട്ടികളെ ആ മേഖലയിലേക്ക് തന്നെ പറഞ്ഞയച്ച് ആ മേഖലകളിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി പഠിപ്പിക്കുന്ന, കൃത്യമായി പ്രബോധനം ചെയ്യുന്ന ഒരു 40 കുട്ടികൾ ദാറുൽ ബയ്യിനയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും ആ സ്ഥാപനത്തെ കുറിച്ച് അറിയാം. നിങ്ങൾ പലരിലേക്കും ആ കുട്ടികളുടെ പ്രസന്റേഷൻ വീഡിയോസ് ഒക്കെ എത്താറുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ അഭിമാനത്തോടെ പറയാം, ഞങ്ങൾ ഏകദേശം 500-ലധികം വരുന്ന കുട്ടികളിൽ നിന്നാണ് ഈ 40 കുട്ടികളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി 5 വർഷത്തേക്ക് ഈ കുട്ടികൾ മാത്രമാണ് ആ സ്ഥാപനത്തിൽ ഉണ്ടാവുക. കാരണം ഈ മക്കളെ അതിനുവേണ്ടി, ഭാവിയിലുള്ള ദഅവത്തിന് വേണ്ടി ഈ മക്കളെ പ്രാപ്തരാക്കുക എന്നതാണ്. ഒന്നവര് ഖുർആൻ ഹിഫ്ളാക്കുന്നുണ്ട് അർത്ഥം സഹിതം. അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ അവര് പഠിച്ചിറങ്ങുമ്പോഴേക്ക് 5ഓളം ഹദീസ് ഗ്രന്ഥങ്ങൾ അവർ ഹിഫ്ളാക്കിയിരിക്കും. ഇപ്പൊ തന്നെ പല കുട്ടികളെ നിങ്ങൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇസ്ലാമിക വിഷയത്തിൽ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് അവർക്ക് മറുപടി പറയാൻ സാധിക്കും. ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ഏറെ മനസ്സിന് വളരെ ഒരു ഫീല് നൽകിയ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരിക്കൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് കുറച്ച് മുന്നെയാണ്, കഴിഞ്ഞ വർഷമാണ്, ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, പിന്നെ ഈ ബുഖാരി മുസ്ലിം ഹദീസിന്റെ തർജ്ജമക്ക്, അതിന്റെ വിവർത്തനത്തിന് എത്ര പൈസ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു 1000-1500 ഉറുപ്പൊക്കെ കാണുന്നു പറഞ്ഞു. അപ്പൊ അവന്റെ മുഖം ആകെ വാടി. അവൻ പറഞ്ഞു എന്നാ പോട്ടെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവൻ തിരിച്ചുപോയി. അവന്റെ ഉപ്പയുടെ പ്രയാസം മനസ്സിലാവുന്നത് കൊണ്ടാവാം അവന് തിരിച്ചുപോയത്. സഹോദരങ്ങളെ, ഞങ്ങൾ അവനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വരും മാസങ്ങളിൽ ഹദീസ് മുസാബക്ക നടക്കാൻ പോകുന്നുണ്ട്. അതായത് അവർ പഠിച്ച ഹദീസിന്റെ മത്സരം, അവർ തമ്മിൽ നടക്കുന്ന ഒരു മത്സരം. ആ മത്സരത്തിൽ നീ പഠിച്ചാൽ, നീ ഫസ്റ്റ് ആയാൽ നിനക്ക് സമ്മാനമായി ഈ ബുഖാരി മുസ്ലിമിന്റെ വിവർത്തനം ഞങ്ങൾ നിനക്ക് തരാം, ബയ്യിനയുടെ വക തരാന്ന് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ കുട്ടി ആ ഹദീസ് അവരെല്ലാവരും പഠിച്ചതാണ്, പക്ഷേ കളിക്കാനുള്ള സമയങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ആ കുട്ടി ഇരുന്ന് പഠിക്കാൻ, എന്നിട്ട് അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ ഫസ്റ്റ് വാങ്ങിക്കുകയും ചെയ്തു. മാഷാ അല്ലാഹ്. എന്നിട്ട് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിക്ക് ഈ ബുഖാരി മുസ്ലിമിന്റെ വിവർത്തനം ഞങ്ങൾ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അവന്റെ 2 കണ്ണും നിറയാൻ. 11 വയസ്സുള്ള കുട്ടിയാണ്. 11 വയസ്സ് മാത്രമുള്ള കുട്ടി. ഒരു ടാബ് കൊടുത്തതിന് വേണ്ടിയിട്ടല്ല കരയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗെയിമോ കളിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം വാങ്ങിച്ചു കൊടുത്തോണ്ടല്ല. അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന്റെ ഒരു ഗ്രന്ഥം അതവന് വായിച്ചു പഠിക്കാനുള്ള ഒരു അവസരം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത്രത്തോളം ഖുർആനെയും ഹദീസിനെയും സ്നേഹിക്കാൻ ആ മക്കൾക്ക് ഈ വയസ്സിൽ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വലിയ അച്ചീവ്മെന്റ് ആണത്. ഒന്നാമതായി അവിടേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് അഹ്ലൻ, നിങ്ങൾ വരിക, അങ്ങോട്ട് വരിക, ആ സ്ഥാപനം കാണുക, ആ കുട്ടികളായിട്ട് സംസാരിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ദുആയിൽ ആ മക്കളെ ഉൾപ്പെടുത്തുക. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളക്കരയിലേക്കുള്ള കുറച്ച് ദായിമാരെ എന്നല്ല, ഫ്രാൻസിലും ജർമ്മനിയിലും ചൈനയിലും റഷ്യയിലും സ്പെയിനിലും അതുപോലെ ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദാവത്ത്, അതായത് അവരുടെ ഭാഷകളിൽ ദാവത്ത് നടത്താൻ കഴിയുന്ന ദായിമാരെ 15 വയസ്സാകുമ്പോഴേക്ക് സൃഷ്ടിച്ചെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം മാലോകർക്ക് അതിലൂടെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക, നിങ്ങളുടെ ദുആയിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക. അതോടൊപ്പം നിങ്ങളുടെ സ്വതക്കയിലും സക്കാത്തിലും
ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ സക്കാത്തിന് അർഹരായ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പഠനം, അവരുടെ ഭക്ഷണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്കാത്തിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക, ഞാനുമായി കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡീറ്റെയിൽസ് അന്നേരം പറഞ്ഞുതരാം. ഏതായാലും നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു വലിയ സംരംഭത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവട്ടെ. ലോകത്തേക്ക് മുഴുവനും ഇസ്ലാമിൻ്റെ പ്രകാശം വ്യാപിപ്പിക്കാൻ ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവട്ടെ, നിങ്ങളുടെ സദഖകളിലും സക്കാത്തിലും ആ സ്ഥാപനം ഉണ്ടാവട്ടെ എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹിതമായ ആദർശത്തെ, ആശയത്തെ ലോകരിലേക്ക് എത്തിക്കാനുള്ള ആവേശം നമ്മുടെ മനസ്സിൽ നിലനിർത്തി തരുമാറാകട്ടെ. പ്രബോധനത്തിന്റെ കനൽ ഒരിക്കലും അണയാതെ ഈ നെഞ്ചകങ്ങളിൽ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. 1 ലക്ഷത്തിൽ നിന്ന് 200 കോടിയിലേക്ക് മുസ്ലിം ഉമ്മത്തെത്തിയ ആ സ്വഹാബത്തിന്റെ ആ അഭിവാഞ്ച, അവരുടെ ആ ത്വര, അവരുടെ ആ ഒരു പ്രബോധനത്തോടുള്ള ഇഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ ഉള്ളകങ്ങളിലേക്ക് ഇട്ടുതരുമാറാകട്ടെ. യാ അല്ലാഹ്, ജീവിതത്തിന്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് നെഞ്ചിലേറ്റുന്നവരായി നീ ഞങ്ങളെ ജീവിപ്പിക്കൂ റബ്ബേ. ആ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ആ കലിമത്തിന് വേണ്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله. അവസാനമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ സെക്രട്ടറി അഷ്റഫ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, 7 മണിക്ക് തുടങ്ങിയൊരു പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം 9 മണിയായി. അത്രയും നേരം സമയം പോലും നമ്മൾ അറിഞ്ഞില്ല. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഉനൈസ് പാപ്പിനിശ്ശേരിക്കാണ്. അതായത് ഒരുപാട് ദൂരത്തു നിന്നാണ്, ഏകദേശം പറശ്ശിനിക്കടവിൻ്റെ അടുത്ത് നിന്ന് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇന്ന് പിന്നെ അദ്ദേഹം തിരിച്ചു പോവാണ്. അത് ഇത് ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ പ്രീതി. ഇന്നമാനുദ്യോഗം വജിയില്ല, അള്ളാഹുവിൻ്റെ പ്രീതി അല്ലാത്ത ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതേമാതിരി രണ്ടാമത് നമ്മൾ നന്ദി പറയേണ്ട വിഭാഗമാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാർ. ഞങ്ങൾ 10-15 ചെറുപ്പക്കാർ കൂടി ആലോചിച്ച് ആണ് ഇങ്ങനെ ഒരു വലിയ സംരംഭം നടത്തി. ഇതിലെല്ലാവരും എത്തിയിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത് കറണ്ട് സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ ഒരുക്കി തന്നെ അവർക്ക്. നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പഠിച്ചവനെ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ. കാരണം എന്താ പറയുക, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ഞാൻ എന്ന് പറയുന്നൊരു വർത്താനമുണ്ട്. അതായത് ഒരു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോയി നബി സല്ലല്ലാഹു എണീറ്റ് എന്ന കാര്യം എല്ലാവരും പറയും. അതിനുശേഷം പറയുന്നൊരു വർത്താനമുണ്ട്, പൊട്ടിക്കരയുന്ന നബീനെയാണ് കാണുന്നത്. എന്താണ് കാരണം? ഒറ്റ കാരണവും, ഈ ജൂതനെങ്ങാനും പറയുകയാണ് നാളെ ഇസ്ലാമിനെ പറ്റി അറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് സമാധാനം പറയുന്നുള്ളൊരു ഭയം. ആ ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ ഒരൊറ്റ പേടി കൊണ്ടാണ് KNM ഇതിന് നിൽക്കുന്നത്. ഒരാൾ ഇസ്ലാം അറിയാതെ മരിക്കരുത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.